മടവൂരായ പടച്ചോനാണോ ചോദിച്ചവനോടീ ചൊല്ല്. അതെ 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 മടവൂരാണ്, ഞങ്ങളെ പടച്ചോനറിയണേ, ഞങ്ങളെ പടച്ചോനറിയണേ. ഒരു മുസ്ലിമിന് അവന്റെ നാവിൽ പോയിട്ട് അവന്റെ ചിന്തയുടെ ഒരു കോണിൽ ഇത്തരമൊരു വിചാരം ഉണ്ടാവുമോ? ഇവരെവിടെ എത്തി നിങ്ങൾ ആലോചിച്ച് നോക്കുക. മടവൂര് പടച്ചോനാണെന്ന് പറയുന്നിടത്തേക്ക് എത്തി. അത് സ്വപ്നം കാണാമെന്നോ ചില ആളുകൾ ചോദിക്കണത്? സ്വപ്നം കാണല്ല. ഈ ഉമ്മത്തി മലയാളക്കരയിൽ ആളുകൾ പറയാണ്, ഇപ്പൊ എന്താ തർക്കം നടക്കണത്, ആരാ എഴുതിയത് എന്ന്. ഇതാരാ? വഹാബികൾ എഴുതിച്ചതാണ്, വഹാബികൾ ഇറക്കിയ പാട്ടാന്നൊക്കെയാണ് ആദ്യം. ഇപ്പൊ എഴുതിയ ആൾക്കാർ പുറത്തു വന്നു, ഇത് ഞങ്ങൾ എഴുതിയതാണോ? ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും? ഒരു മുസ്ലിമിന് ഇത് ചെയ്യാൻ കഴിയും? ആലോചിച്ച് നോക്കൂ. അപ്പോ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാള് പറയുന്നു, പരസ്യമായി പ്രഖ്യാപിക്കുന്നു, പടച്ചോനാണ് മടവൂര്. ഇപ്പൊ തർക്കം, ഇത് ആരെഴുതി? കുരുവട്ടൂർ എഴുതിയതാണ് എന്ന് കാന്തപുര സമസ്തക്കാര്. കുരുവട്ടൂർ പാവങ്ങളിപ്പോ ഓരോ തലക്ക് വെച്ച് കൊടുക്കുക. ഇവരെ ഇതെല്ലാം പറഞ്ഞത് നിങ്ങൾ ചോദിക്കൂ, കുരുവട്ടൂരികളല്ല. ഇതൊക്കെ കാന്തപുര സമസ്തക്കാര്, പേരോട് സഖാഫിയുടെ കൂടെയുള്ളവര്, അവരുടെ സ്ഥാപനത്തിൽ പഠിച്ചവര്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാര്, അവരാ ഇത് പറഞ്ഞത്. എന്നിട്ട് ഇത് കുരുവട്ടൂരുകൾ എഴുതിയ പാട്ടാണെന്ന് പറയുകയാണ്. എന്നാൽ സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, കുരുവട്ടൂരുകൾക്കെതിരെ നിങ്ങൾ കൊണ്ടുവന്ന ഒരാളുണ്ടായിരുന്നു. കുരുവട്ടൂരുകളെ അവർക്കെതിരെ കൊണ്ടുവന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗത്തിൽ എന്താ ഉള്ളത് കേട്ടോ? അദ്ദേഹം പറയട്ടെ. ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പടച്ചവൻ്റെത് തന്നെയാണ്, പടച്ചവൻ തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന അത്രയും വലിയ പവർ അള്ളാഹുവിലേക്ക് മഹാനായ പരിപ്പാട് മക്കാമ് CM വെളിവാക്കിയതാ. ഇതുപോലെ കുറെ മക്കാമ് ഉസ്താദ് വെളിവാക്കിയതാ. CM മടവൂരിന്റെ പവർ കണ്ടപ്പോ മൂപ്പർക്ക് തോന്നി, ഇത് പടച്ചോനാണോ? ഉസ്താദിന് തോന്നാണ്, ഇത് പടച്ചോനാണോ, ഈ ഇരികാലി പടച്ചോനാണോ എന്ന് ഇദ്ദേഹത്തിന് തോന്നിപ്പോയി എന്ന് പറയാണ്. ഉസ്താദ് പറയാണ്, ഇയാള് പടച്ചോനാണോന്ന് എനിക്ക് തോന്നി. അപ്പൊ ശിഷ്യം വന്ന് ഉറപ്പിച്ചു, മൂപ്പര് പടച്ചോൻ തന്നെ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ആലോചിച്ച് നോക്ക്. ഇത് വെറുതെ പറയല്ല. ഇത്രയും അപകടകരമായൊരു ആശയത്തിലാണ് കേരളത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന ഉമ്മത്ത്. ഞങ്ങളുടെ പടച്ചോൻ CM ആണ് എന്ന് പറയുന്നിടത്തേക്ക് വരെ അവർ പോകുമ്പോ ഞങ്ങളല്ല ഞങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് സമസ്തക്കാരെ നിങ്ങൾ കൈയൊഴിയണ്ട. നിങ്ങൾ തന്നെയാണ് ഇത് പഠിപ്പിച്ചത്, നിങ്ങളുടെ ഉസ്താദുമാർ തന്നെയാ പറഞ്ഞു പഠിപ്പിച്ചത്. മുദബ്ബിറുൽ ആലമാണ് CM മടവൂർ എന്ന് എഴുതിയത് നിങ്ങളാണ്, പ്രസിദ്ധീകരിച്ചത് നിങ്ങളാണ്, കുത്തുബുൽ ആലം എന്ന ബുക്ക് ഇറക്കിയത് നിങ്ങളാണ്, പൊന്മളയാണ് അതിന് അവതാരിക എഴുതി കൊടുത്തത്, മൗലിദുൻ നൂറി എഴുതിയത് നിങ്ങളാണ്. അതുപോലെ അബൂബക്കർ മുസ്ലിയാരാണ് ഖുർആനിലെ ആയത്തോതി ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്തോതിയിട്ട് ദുർവ്യാഖ്യാനിച്ചു CM മടവൂരാണ് അതേ നിയന്ത്രണമുള്ള ആള്, ലോകം തന്നെ നിയന്ത്രിക്കുന്ന ആള് എന്ന് പറഞ്ഞത് നിങ്ങളുടെ ആള് തന്നെയാണ്. ആലം 18,000 തന്നെ നിയന്ത്രിക്കാൻ ഔലിയാക്കൾക്ക് കഴിവുണ്ട്, അത് നിയന്ത്രിക്കുമെന്ന് അതിനുശേഷവും ന്യായീകരിച്ച് പ്രസംഗിച്ചതും സഖാഫികൾ തന്നെയാണ് എന്ന് മാത്രമല്ല, തങ്ങൾ സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾ വരെ വന്ന് പ്രസംഗിച്ചത് എന്താ കേട്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد.
أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. واتقوا فتنة لا تصيبن الذين ظلموا منكم خاصة واعلموا أن الله شديد العقاب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. إن كان تابع أحمد متوهبا فأنا المقر بأنني وهابي أنفي الشريك عن الإله فليس لي رب سوى المتفرد الوهابي. لا قبة ترجى ولا بثن ولا قبر له سبب من الأسباب. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ സമയത്ത് ഇവിടെ ഒത്തൊരുമിക്കാനും റബ്ബിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് പറയുവാനും കേൾക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. ഈ സമയവും ഈ സന്ദർഭവും നമുക്ക് അനുകൂലമാക്കിയ റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഇത്തരമൊരു പരിപാടി ഈ സാഹചര്യത്തിൽ ഇവിടെ സംഘടിപ്പിച്ചതിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഏതൊരു കാലഘട്ടത്തിലും ലോകത്തെവിടെയെല്ലാം മനുഷ്യവാസമുണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം വിശുദ്ധരിൽ വിശുദ്ധരായ അല്ലാഹുവിൻ്റെ അമ്പിയാക്കൾ നിർവഹിച്ചു പോന്ന അദ്ദഅവതു ഇലല്ലാഹ്, തൗഹീദിൻ്റെ വഴിയിലേക്ക്, അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്ന മഹത്തായ മാതൃകയെ അനുധാവനം ചെയ്തുകൊണ്ട് അതിൻ്റെ പാരമ്പര്യം ഏറ്റെടുത്ത് കേരളത്തിൻ്റെ മണ്ണിൽ മുജാഹിദ് പ്രസ്ഥാനം എക്കാലഘട്ടത്തിലും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദൗത്യത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയാണിത്. ആ നിലയിൽ തൗഹീദിന് വേണ്ടി വാദിക്കാനും നമ്മുടെ സമ്പത്തും ശരീരവും ആയുസ്സും നമ്മുടെ അവസാന ശ്വാസം വരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിക്കാനുമുള്ള തൗഫീഖ് റബ്ബുൽ ആലമീനായ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പഴയ കാലഘട്ടത്തിൽ പേരോടിന് മറുപടി പറയുന്നത് പോലെയല്ല ഇന്ന് ഇവിടെ ഈ മറുപടി പറയുന്നത്. ഇന്നിവിടെ പേരോടിന് മറുപടി പറയുമ്പോൾ ഒരു മുക്കാൽ മുജാഹിദായ പേരോടിനാണ് നമ്മൾ മറുപടി പറയുന്നത്. അപ്പോൾ സംഗതി വളരെ എളുപ്പമാണ്.
ഒരു ചെറിയ അംശം കൂടി വിട്ടാൽ ഒരുപക്ഷെ ഈ സ്റ്റേജിൽ വന്നിരിക്കേണ്ട ആളാണ് പേരുടെ അബ്ദുറഹ്മാൻ സഖാഫി. ഒരു ചെറിയ ഒരൽപ്പം കൂടി ഒന്ന് വിട്ടുകിട്ടാനുണ്ട്. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ആക്ഷേപിക്കാനോ പരിഹസിക്കാനോ മറ്റെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇടിച്ചു താഴ്ത്താനോ ഒന്നും ഒരുങ്ങുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. അള്ളാഹു അദ്ദേഹത്തിനും നമുക്കും ഹിദായത്തിൻ്റെ വഴിയിൽ നേരായ മാർഗത്തിൽ ഹക്കിൻ്റെ യഥാർത്ഥമായ സരണി അവലംബിച്ച് ജീവിച്ചു മരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രദേശത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പേരുടെ അബ്ദുറഹ്മാൻ സഖാഫി വന്നുകൊണ്ട് സംസാരിച്ചത് കേരള രാഷ്ട്രീയത്തിലെ അറിയപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹം നടത്തിയ ഒരു പരാമർശം, ആ പരാമർശത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ചില സംഗതികൾ അദ്ദേഹം സംസാരിച്ചത്. എന്താണ് അദ്ദേഹം ഇവിടെ സംസാരിച്ചത് എന്ന് കേട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഒരു സാധാരണക്കാരനാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തേക്ക് അയാൾ കയറിയെത്തിയിട്ടുണ്ടാകാം. പക്ഷേ അയാൾ ഇൽമു പഠിച്ചിട്ടില്ല. അദ്ദേഹത്തോട് നമുക്ക് വിരോധമൊന്നുമില്ല, സഹതാപുണ്ട്. ഇൽമു പഠിച്ചില്ലല്ലോ എന്നുള്ള സഹതാപുണ്ട്. പഠിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം അത്തരം വാക്കുകൾ പറയുകയില്ലായിരുന്നു, പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹം രണ്ടാമത് പറഞ്ഞ എന്താണ്? നേരിട്ട് പടച്ചവരോട് പറഞ്ഞാൽ പോരെ, ഞാൻ അതിൻ്റെ ആളാ, ഇടയാളന്മാർ വേണ്ടെന്നാണ് അദ്ദേഹം കാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസംഗത്തിൽ പറഞ്ഞത്. അയാൾ എന്തിനാ കാര്യത്തിലേക്ക് എടുത്തിട്ട് അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വല്ലതും അറിയാമോ? അദ്ദേഹം അതിനെ സംബന്ധിച്ച് വല്ലതും പഠിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് ആയത്തറിയാമോ? ഹദീസ് അറിയാമോ? ഞാൻ പറയട്ടെ, 20ഓളം ആയത്തുകൾക്കെതിരാണ് അദ്ദേഹം പറഞ്ഞ ആശയം. 20ഓളം ഖുർആനിലെ ആയത്തുകൾക്കെതിരാണ് അദ്ദേഹം പറഞ്ഞ ആശയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിച്ച 20ഓളം ആയത്തുകൾക്കെതിരാണ് പറഞ്ഞ ആശയം. ഇൻഷാ അല്ലാഹ് ഞാനിപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നില്ല. ഞാൻ നാളെ ഇൻഷാ അല്ലാഹ് സിറാജുൽ ഹുദയിൽ ദിക്ർ ഹൽഖയുണ്ട്. ആ ദിക്ർ ഹൽഖയിൽ വെച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ നാളെ പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ പറയുന്നില്ല. നേരിട്ട് അള്ളാഹുവിനോട് പറഞ്ഞാൽ പോരെ എന്ന് ആ രാഷ്ട്രീയ നേതാവ് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, രാഷ്ട്രീയ നേതാവിന് വിവരമില്ല എന്ന്, അദ്ദേഹം പഠിച്ചിട്ടില്ല എന്ന്. വിവരമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒരു കാര്യം ഉറപ്പാണ്, ഒരുപാട് വിവരമുണ്ടായിട്ട് ഒരുപാട് പഠിച്ചിട്ട് അള്ളയില്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നതിനേക്കാളും ഖൈറ് ഒരു വിവരവുമില്ലാതെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാം എന്ന് പറയലാണ്. കാരണം അതാണ് ഇസ്ലാമിൻ്റെ അടിത്തറ, ഇസ്ലാമിൻ്റെ ആണിക്കൽ. ആ വിവരം കൊടുക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഒരു മനുഷ്യനെയും പടച്ചിട്ടില്ല. ഭൂമിയിൽ ജനിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു ആ വിവരം നൽകിയിട്ടുണ്ട്. അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ ഇലാഹ്, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ് എന്ന ചോദ്യം ഭൂമി ലോകത്ത് ജീവിക്കാനിരിക്കുന്ന ജീവിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ മനുഷ്യരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ ചോദിച്ചതാണ്. ആ വിവരം അല്ലാഹു ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും ഈ ലോകത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ പഠിപ്പിച്ചു കഴിഞ്ഞതാണ്. റബ്ബിന്റെ ആ ചോദ്യത്തിന് സർവ്വ മനുഷ്യരും ശരിയായ ഉത്തരമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് ഖുർആൻ പറയുന്നത്. ബലാ ഷഹിദിന, അല്ലാഹുവേ നീ മാത്രമാണ് റബ്ബ്, നീ മാത്രമാണ് ഇലാഹ്, നീ മാത്രമാണ് പ്രാർത്ഥനക്കർഹൻ എന്നതിന് ഞങ്ങൾ സാക്ഷികളാണ്, ഞങ്ങളതിന് തെളിവാണെന്ന് പറയാത്ത ഒരു മനുഷ്യനും ലോകത്തില്ല. അപ്പൊ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ നൽകപ്പെട്ട അടിസ്ഥാനപരമായ അറിവാണത്. പിന്നെ അദ്ദേഹം പറയുന്നത് വിശുദ്ധ ഖുർആനിലെ 20ഓളം വരുന്ന ആയത്തുകൾക്ക് എതിരാണ് നേരിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. ഖുർആനിലെ 20ഓളം വരുന്ന ആയത്തുകൾക്ക് എതിരാണ് എന്നാണ്. ഇനി അദ്ദേഹം ആയത്തൊക്കെ ഓതും, ആയത്തോതുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക എന്താണ് അദ്ദേഹം മൂപ്പർ ഉദ്ദേശിക്കുന്നത് എന്ന്. ഞാൻ എപ്പോഴും പറയുന്നു,
അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് കഴിവിൻ്റെ പരമാവധി ആ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് പറയാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അദ്ദേഹം പറയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആരും അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം ഒരു മുക്കാൽ വഹാബിയാണ്, മുക്കാൽ മുജാഹിദാണ്. പിന്നെ ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നതാണ്. അത് പറയുന്നത് തന്നെ അദ്ദേഹം വളരെ അധികം മയപ്പെടുത്തിയാണ്, പഴയതുപോലൊന്നുമല്ല സംസാരിക്കുന്നത്. ഈ 20ഓളം വരുന്ന ആയത്തുണ്ട് എന്ന് പറയുമ്പോൾ അത് ഞാൻ അടുത്ത് എൻ്റെ സിറാജുൽ ഹുദയിൽ ദിക്ർ ഹൽക്ക് നടക്കുന്നുണ്ട്, അവിടെ വിശദീകരിക്കാം എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അദ്ദേഹം അവിടെ വിശദീകരിക്കുന്നത് എന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു കേസ് ചാർജ് ചെയ്യുകയാണ്. അതാർക്ക് നേരെയാണ്? അള്ളാഹുവിന് നേരെയാണ്. കാരണം മധ്യവർത്തിയില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നുമേ ചെയ്യുന്നില്ല. മധ്യവർത്തിയില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യവും ഇവിടെ നടപ്പാക്കുന്നില്ല. എന്തിനാണ് അള്ളാഹു അങ്ങനെ ഒരു പോളിസി സ്വീകരിച്ചത്? ഇതാണ് അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം. ഇത് ഇവിടെ കഴിഞ്ഞ് അദ്ദേഹം വിശദമായി പറയാം എന്ന് പറഞ്ഞു പോയി സിറാജുൽ ഹുദയിൽ വെച്ചുകൊണ്ട് പറഞ്ഞ വാചകമാണ്. അത് കേട്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇപ്പൊ ചിലർ ചോദിക്കുകയാണ്, അതെന്തിനാണ് വേറൊരുത്തൻ റെക്കമെൻഡ് ചെയ്യേണ്ടതുണ്ടോ അള്ളഹാനോട്? ചിലർ ചോദ്യം അങ്ങനെയാണ്, അള്ളഹാനോട് ഡയറക്റ്റ് അങ്ങ് പറഞ്ഞാൽ പോരെ? അങ്ങനെയാണെങ്കിൽ അള്ള് അങ്ങനെ തന്നെ ചെയ്താൽ പോരായിനോ? അള്ളാഹു തആല നമുക്ക് ഇസ്ലാം ദീൻ എത്തിച്ചു തന്നെ എങ്ങനെയാ? ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന ഒരു മധ്യവർത്തി. ആ മധ്യവർത്തിയായ എന്താണ് മലക്കുകളെ സംബന്ധിച്ച് ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്ത്. എന്താണ് സഫറ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആയത്ത്? സഫറ എന്ന് പറഞ്ഞൊരു ആയത്തുണ്ടല്ലോ. ഉലായിക സഫറ എന്ന് പറഞ്ഞൊരു ആയത്തുണ്ട്, നോക്കിയെടുത്താൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ ആയത്തിൽ ഒന്ന് പറയും സഫറ. സഫറ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സഫീറുകൾ, സഫീറുകളുടെ മധ്യവർത്തികളായിട്ട് അർത്ഥം. മലക്കുകളെ അല്ലാഹു തആല അമ്പിയാക്കളിലേക്ക് മധ്യവർത്തികളായി പറഞ്ഞയച്ചിരിക്കുകയാണ്. ആ മലക്ക് മുഖേനയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്രയോ അറിവുകൾ കിട്ടുന്നത്. അപ്പൊ മലക്കിനെ അല്ലാഹു തആല മധ്യവർത്തിയാക്കി വെച്ചിരിക്കുകയാണ്. പഠിച്ചവന് അതിൻ്റെ ആവശ്യമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഡയറക്റ്റ് അല്ലാഹ് അറിവ് കൊടുത്താൽ പോരെ? പക്ഷെ അല്ലാഹു തആല സ്വീകരിക്കുന്ന സമീപന രീതി അല്ലാഹുവിൻ്റെ ഇഷ്ടമല്ലേ അത്? പഠിച്ചവൻ്റെ തീരുമാനമാണ്. മലക്ക് മുഖേന വഹി എത്തിച്ചു കൊടുക്കുക. ഇനി നിങ്ങൾ നോക്കുക, ഒരാളെ സൃഷ്ടിക്കുമ്പോൾ, ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ആത്മാവിനെ, റൂഹ്, ആ റൂഹിനെ നിക്ഷേപിക്കാൻ അള്ളാഹു മലക്കിനെ നിശ്ചയിക്കാൻ, മലക്ക് മുഖേന നിക്ഷേപിക്കാൻ. എന്താ അള്ളാഹു തആലക്ക് മലക്കൊന്നും ഇല്ലാണ്ട് തന്നെ നിക്ഷേപിച്ചൂടെ? അള്ളാഹ് കയ്യാഞ്ഞിട്ടാ? കഴിയും. പക്ഷേ അള്ളാഹു തആലയുടെ സംവിധാനം വെച്ചത് അങ്ങനെയാണ്, മലക്ക് മുഖേന. ഇനി മഴ പെയ്യിപ്പിക്കുമ്പോൾ അതിന് മീകായിൽ അലൈഹിസ്സലാം മുഖേന, റൂഹ് പിടിക്കുമ്പോൾ അസ്രായീൽ അലൈഹിസ്സലാം മുഖേന. ഇങ്ങനെ അല്ലാഹു തആല വെച്ച സംവിധാനമാണ്. ഈ കൂട്ടത്തിൽ ഒരു വലിയ സംവിധാനമാണ് അല്ലാഹു തആല വെച്ചത്. മുഅ്മിനീങ്ങളെ ദോഷം പൊറുക്കാൻ ഒരുപാട് സംവിധാനം വെച്ചിരിക്കുകയാണ്. അതിൽപ്പെട്ട ഒന്നാണ് മയ്യിത്ത് നിസ്കാരം. അല്ലാഹുമ്മ ഗഫിർ ലഹു. എന്താണ് ആയത്? അതെ, ബിഹൈദി സഫറ എന്ന് പറഞ്ഞ് മലക്കുകളെ സംബന്ധിച്ചാണ്. ഈ സഫറ എന്ന സഫീർ എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം തന്നെ റസൂൽ എന്നാണ്, മധ്യവർത്തി. അപ്പോ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഫമൻ ശാഅ ദക്കറ ഫീ സുഹ്ഫിൻ മുകറമ മർഫൂഅത്തിൻ മുതഹറ ബിഐദി സഫറ കിറാമിൻ ബററ എന്ന് പറഞ്ഞ സഫറത്ത് എന്ന് പറഞ്ഞ മലക്കുകളെ പറ്റിയാണ്. അപ്പൊ അവർ സഫീറുകളാണ്. അവർ മലക്കുകൾ മുർസലീങ്ങളുടെയും അള്ളാഹുവിൻ്റെയും ഇടയിലുള്ള മധ്യവർത്തികളാണ്. ഇനിയോ മൂമിനീങ്ങളായ ആളുകൾ, അവർക്ക് അല്ലാഹു തആല ഈമാൻ കൊടുക്കുന്നു, അവർക്ക് ഹിദായത്ത് കൊടുക്കുന്നു. അതിനിടക്കുള്ള മധ്യവർത്തികളാണ് അംബിയ, മുർസലീങ്ങൾ. മുർസലീങ്ങൾ മുഖേന ഹിദായത്ത് കൊടുക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് വലിയായത്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് വലിയായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയാണ്. അങ്ങനെ അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കുന്ന സ്ഥലത്തും ഒരുപാട് ആളുകളെ മധ്യവർത്തികളായി വെക്കുന്നു. ബഹുമാനപ്പെട്ട കണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് എന്ത് നടപ്പാക്കുകയാണെങ്കിലും അതൊരു മധ്യവർത്തിയിലൂടെയാണ്. ഏതുപോലെ മഴ പെയ്യിക്കുന്നു മീകായിൽ എന്ന മലക്കിലൂടെ. റൂഹിനെ പിടിക്കുന്ന മലക്ക്, മലക്കുൽ മൗത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയി കൊണ്ട് കൊടുക്കുന്ന ജിബ്രീൽ എന്ന മലക്ക്, മധ്യവർത്തി.
മാത്രമല്ല ഹിദായത്തിന്റെ വഴി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പ്രവാചകന്മാരെന്ന മധ്യവർത്തി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഇങ്ങോട്ടുള്ള എല്ലാ കാര്യത്തിലും മധ്യവർത്തിയെ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തിരിച്ചങ്ങോട്ടും അങ്ങനെ. നേരിട്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ പോരെ എന്നൊരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പറഞ്ഞു, അദ്ദേഹത്തിന് വിവരമില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ ആള് അതിന് ഖണ്ഡനം പറയാൻ വേണ്ടിയിട്ട് പ്രത്യേകമായി സദസ്സ് സംഘടിപ്പിച്ചിട്ട് പറയുന്നത് അള്ളാഹു ഇങ്ങോട്ട് മധ്യവർത്തിയെ സ്വീകരിച്ചത് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും അള്ളാഹുവിനെ മധ്യവർത്തിയെ സ്വീകരിക്കുകയാണ്. അതല്ല പറഞ്ഞോ? അത് റബ്ബ് പഠിപ്പിച്ചോ? ജിബ്രീൽ എന്ന മലക്കിനെയും മീകായിൽ എന്ന മലക്കിനെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള പ്രവാചകന്മാരെയും ഒക്കെ നിയോഗിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ കൃത്യമായ രൂപത്തിൽ പരിപാലിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് റബ്ബിലേക്ക് ഇടപെടേണ്ടത്, അള്ളാഹുവിലേക്ക് തിരിയേണ്ടത് ഈ രൂപത്തിൽ മധ്യവർത്തിയെ സ്വീകരിച്ചുകൊണ്ടാണ് എന്ന് റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചോ? പഠിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സംവിധാനങ്ങളെ മുഴുവനും ഈ രൂപത്തിൽ സംവിധാനിക്കുമ്പോൾ ആ സംവിധാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ മനസ്സിലാക്കുകയും ആ ഖുദ്റത്തിനെ ഉൾക്കൊള്ളുകയും ആ ഖുദ്റത്തിനെ ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു കാര്യം എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിക്കാൻ തന്നെ പാടില്ലാത്ത വിധം അവനെ സംബന്ധിച്ചിടത്തോളം ചോദ്യം ചെയ്യപ്പെടാത്ത നിലയ്ക്ക് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് എന്ന നിലയിൽ അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് റബ്ബിനെ ഉൾക്കൊണ്ട് ജീവിക്കാനാണ് നമ്മോട് കൽപ്പിച്ചത്. അങ്ങനെ കൽപ്പിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ തന്റെ റബ്ബിനോട് തേടുന്ന സന്ദർഭത്തിൽ മധ്യവർത്തിയെ സ്വീകരിക്കേണ്ടതില്ല എന്നുകൂടി പ്രഖ്യാപിച്ചു ഖുർആനിൽ. ഒരു വാസുതയെ സ്വീകരിക്കേണ്ടതില്ല എന്നുകൂടി റബ്ബ് സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചു അവന്റെ കലാമിൽ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ 186 ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർശുദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനെ നിയോഗിച്ചുകൊണ്ട് തന്നെ ആ പ്രവാചകനിലൂടെ ലോകത്തെ കേൾപ്പിക്കുകയാണ്, ഓ നബിയേ, വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്, എന്റെ ദാസൻ എന്നെക്കുറിച്ച് തങ്ങളോട് ചോദിച്ചാൽ ഫഇന്നീ ഖരീബ്, ഞാൻ സമീപസ്ഥനാണ്. ഫഇന്നീ ഖരീബ്, ഞാൻ സമീപസ്ഥനാണ്. ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ, തേടുന്നവർ എന്നോട് തേടിയാൽ തേടുന്നവന്റെ തേട്ടത്തിന് ഞാൻ ഉത്തരം നൽകുന്നതാണെന്ന് പറഞ്ഞേക്ക് നബിയേ. ഫൽയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർശുദൂൻ, അതുകൊണ്ട് തന്നെ അവർ എന്റെ വിളിക്കുത്തരം തരട്ടെ, എന്നിൽ വിശ്വസിക്കട്ടെ, അവർ സന്മാർഗചാരികളായി മാറാൻ, നേർമാർഗം സ്വീകരിച്ചവരായി മാറാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ സംബന്ധിച്ച് ആളുകൾ വെച്ച് പുലർത്തിയിരുന്ന സർവ്വ തെറ്റിദ്ധാരണകളെയും തീർത്തുകൊണ്ട് കൃത്യമായി അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. ഈ ആയത്തിനുള്ള പ്രത്യേകത എന്താണ് എന്ന് ഉലമാ കൃത്യമായി നിരീക്ഷിച്ചു. വിശുദ്ധ ഖുർആൻ പൊതുവെ സ്വീകരിക്കുന്ന നിലപാടുകൾ, ആ നിലപാടുകൾ മനസ്സിലാക്കിയ വിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ ഉലമാ ഈ ആയത്ത് നോക്കി പറഞ്ഞു, ഈ ആയത്തിന് നിരവധി അനവധി സവിശേഷതകളുണ്ട്. ആ സവിശേഷതകളിൽ ഒന്ന്, ഖുർആൻ പൊതുവായി സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട്. ഏതെങ്കിലും ഒരു കാര്യം അത് ഒരു ചോദ്യമായി പ്രവാചകൻ നേരിടേണ്ടി വരുമ്പോ ആ ചോദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തുദ്ധരിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിന്റെ ഉത്തരം പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊതുവിൽ ഖുർആനിന്റെ ശൈലിയായി സ്വീകരിച്ചത് ഖുൽ എന്ന വാക്ക് പറഞ്ഞുകൊണ്ടാണ്. അതല്ലെങ്കിൽ താഖീബിന്റെ ഫാ ഉപയോഗിച്ചുകൊണ്ട് ഫഖുൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതുപോലെ വയസ്അലൂനക അനിർ റൂഹ്, റൂഹിനെ സംബന്ധിച്ചവർ നബിയെ നിങ്ങളോട് ചോദിക്കുന്നു, ഖുൽ, നബിയെ താങ്കൾ മറുപടി പറഞ്ഞു കൊടുക്കൂ. വയസ്അലൂനക അനിൽ ജിബാൽ, പർവ്വതങ്ങളെ സംബന്ധിച്ചവർ നബിയെ തങ്ങളോട് ചോദിക്കുന്നു, ഫഖുൽ, താങ്കൾ അവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കൂ. യസ്അലൂനക അനിസ്സാഅ, ലോകാവസാനത്തെ കുറിച്ച് അവർ തങ്ങളോട് ചോദിക്കുന്നു,
ഖുൽ നബിയെ താങ്കൾ മറുപടി പറഞ്ഞു കൊടുക്കൂ. യസ്അലൂനക അനിശ്ശഹ്രിൽ ഹറാം, പവിത്ര മാസത്തെ കുറിച്ച് അവർ നിങ്ങളോട് ചോദിക്കുന്നു. ഖുൽ നബിയെ താങ്കൾ മറുപടി പറഞ്ഞു കൊടുക്കൂ. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ നോക്കിക്കഴിഞ്ഞാൽ അനവധി സ്ഥലങ്ങളിൽ അവർ ചോദിക്കുമ്പോൾ ഖുൽ നബിയെ നിങ്ങൾ മറുപടി പറഞ്ഞു കൊടുക്കൂ എന്ന ഒരു സ്വഭാവമാണ് ഖുർആൻ സ്വീകരിച്ചതെങ്കിൽ, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വാക്കങ്ങ് ഒഴിവാക്കി കളഞ്ഞു. വഇദാ സഅലക ഇബാദി അന്നി, എന്നെ കുറിച്ച് എൻ്റെ ദാസൻ ചോദിച്ചാൽ ഖുൽ നബിയെ താങ്കൾ മറുപടി പറയൂ എന്ന് അല്ലാഹു ഇവിടെ പറഞ്ഞില്ല. ഫഖുൽ എന്ന തഅഖീബിന്റെ ഫാ ഉപയോഗിച്ചുകൊണ്ടും സാധാരണ പറയുന്നത് പോലെ ഖുർആൻ ഇവിടെ പറഞ്ഞില്ല. നേരെ മറിച്ച് ഇദാ സഅലക ഇബാദി, എൻ്റെ അടിമ എന്നെ കുറിച്ച് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാണ് എന്ന് പറയൂ നബിയേ. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിലെ ഈ സ്വഭാവം നിരീക്ഷിച്ചു പണ്ഡിതന്മാർ. എന്നിട്ട് പണ്ഡിതന്മാർ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്വഭാവം വിശുദ്ധ ഖുർആൻ ഇവിടെ സ്വീകരിച്ചത് എന്ന് കൃത്യമായി വിശദീകരിച്ചപ്പോൾ, അതേ മറുഭാഗത്ത് വന്ന പേരോട് സഖാഫി അടക്കമുള്ള ആളുകൾ അംഗീകരിക്കുന്ന ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് തന്റെ തഫ്സീറിൽ ആ ഭാഗം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ ഭാഗം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്, എൻ്റെ ദാസൻ എന്നെക്കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ ഞാൻ സമീപസ്ഥനാണ്. എന്നിട്ട് റാസി ഇമാം അതിന് തഫ്സീർ കൊടുക്കുകയാണ്. വലം യഖുൽ ഫഖുൽ ഇന്നി ഖരീബ്, അല്ലാഹു ഇവിടെ പറഞ്ഞില്ല. വലം യഖുൽ, ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞില്ല എന്ത്, ഫഖുൽ ഇന്നി ഖരീബ് എന്ന് പറഞ്ഞില്ല. ഫഖുൽ നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ എന്നവർ ആ വാക്ക് അവിടെ പ്രയോഗിച്ചില്ല. അവിടെ ആ വാക്ക് ഉപേക്ഷിച്ചുകൊണ്ടാണ്, കുല്ലെന്ന വാക്ക് ഉപേക്ഷിച്ചുകൊണ്ടാണ് ആയത്തുള്ളത്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അത് വിട്ടുപോയതാണോ? അല്ല. അല്ല പറയാൻ മറന്നുപോയതാണോ? അല്ല. ജിബ്രീൽ ഓതിക്കൊടുത്തപ്പോ വിട്ടുപോയതാണോ? അല്ല. അതിന് കാരണമുണ്ട്. ഫതദുല്ലു അലാ തഅദീമി ഹാലിദ് ദുആഇ മിൻ വുജൂഹ്, ഒരാൾ അല്ലാഹുവിനോട് ചോദിക്കുന്ന സമയമുണ്ടല്ലോ, രാഷ്ട്രീയക്കാരൻ പറഞ്ഞ വാക്കുണ്ടല്ലോ, റബ്ബിനോട് ചോദിക്കുന്ന നേരം, ആ നേരത്തെ അല്ലെങ്കിൽ ആ ഒരു തേട്ടം, ആ ഒരു ദുആ, അതിന് ഒരുപാട് തഅദീമുകളുണ്ട്. ആ ദുആഇന്റെ ഹാലിന് ഒരുപാട് ബഹുമാനങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ബഹുമാനം അൽ അവ്വൽ, ഒന്നാമത്തെ ബഹുമാനം കന്നഹു സുബ്ഹാനഹു വ തആല യഖൂൽ, അല്ല പറയുന്നത് പോലെയുണ്ടവിടെ. അല്ല പറയുന്നത് പോലെയുണ്ടവിടെ. എന്താണ്? അബ്ദി, എൻ്റെ ദാസ, അൻത നിന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നമാ തഹ്താജു ഇലൽ വാസിതതി ഫീ ഗൈരി വഖതി ദുആ, നിനക്കൊരു വാസിത മധ്യവർത്തി ആവശ്യമായി വരുന്നത് ദുആഇന്റെ അവസ്ഥയിലല്ല, ചോദിക്കുമ്പോൾ അവസ്ഥയല്ല. ഇന്നമാ തഹ്താജു ഇലൽ വാസിതതി ഫീ ഗൈരി വഖതി ദുആ, ഒരു മധ്യവർത്തി, ഒരു വാസിത ആവശ്യമായി വരുന്നത് ദുആഇന്റേതല്ലാത്ത സമയങ്ങളിലാണ്. പേരോട് സഖാഫി പറഞ്ഞില്ലേ, മഴ പെയ്യിക്കാൻ ജിബ്രീല്, മഴ പെയ്യിക്കാൻ മീകായിൽ, വഹി കൊണ്ട് കൊടുക്കാൻ ജിബ്രീൽ, അതുപോലെ തന്നെ ആത്മാവിനെ പിടിക്കാൻ മലക്കുൽ മൗത്ത് എന്ന് പറഞ്ഞില്ലേ. ഇങ്ങനെ ഒരു വാസിത ആവശ്യമായി വരുന്നത്, അടിമയുടെയും ഉടമയുടെയും ഇടയിൽ ഒരു മധ്യവർത്തി ആവശ്യമായി വരുന്നത് ഫീ ഗൈരി വഖതി ദുആ, ദുആ അല്ലാത്ത നേരത്താണ്. ദുആ അഥവാ തേട്ടം, ആ അറിവില്ല എന്ന് നിങ്ങൾ പറഞ്ഞ രാഷ്ട്രീയക്കാരൻ പറഞ്ഞ ആ തേട്ടത്തിന്റെ നേരമുണ്ടല്ലോ, ആ തേട്ടത്തിന്റെ നേരമല്ലാത്ത സമയത്താണ് വാസിത വേണ്ടത്. അമ്മാ ഫീ മഖാമിദ് ദുആഇ, എന്നാൽ റബ്ബിനോട് ചോദിക്കുന്ന നേരത്ത്, റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന നേരത്ത്, ദുആഇന്റെ മഖാമിൽ ഫലാ വാസിതത ബൈനി വബൈനക, ഫലാ വാസിതത ബൈനി വബൈനക, എനിക്കും എൻ്റെ അടിമയ്ക്കുമിടയിൽ മധ്യവർത്തി വേണ്ട, വാസിത വേണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞതല്ല, ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് തഫ്സീറിൽ രേഖപ്പെടുത്തിയതാണ്. റാസി ഇമാം അദ്ദേഹത്തിന്റെ തഫ്സീറിൽ എഴുതി വെച്ചതാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു എന്ത്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ ദാസൻ എന്നെ കുറിച്ച് നബിയെ നിങ്ങളോട് ചോദിച്ചാൽ ഞാൻ സമീപസ്ഥനാണ്, ഖരീബാണ്. ഖരീബാണെന്ന് പ്രത്യേകം അവിടെ പറയാൻ കാരണം, അതും കുല്ലെന്ന വാക്ക് ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ അങ്ങനെ പറയാൻ കാരണം, ഫലാ വാസിതത ബൈനി വബൈനക,
ഈ ഉടമയായി എനിക്കും അടിമയായ നിനക്കുമിടയിൽ ദുആഇന്റെ നേരത്ത്, തേട്ടത്തിന്റെ നേരത്ത് വാസിത്ത മധ്യവർത്തി ആവശ്യമില്ല. ഈ അടിസ്ഥാനത്തിനെതിരെ ഖുർആനിൽ 20 ആയത്തുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്നാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മുതൽ പേരോട് മുതൽ ഇങ്ങോട്ടുള്ള കാന്തപുരം സമസ്തയിലെ മുഴുവൻ പണ്ഡിതന്മാരെയും ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. റാസി ഇമാം പറഞ്ഞ ഈ ആശയത്തിനെതിരെ വിശുദ്ധ ഖുർആനിൽ നിന്ന് 20 ആയത്ത് പോയിട്ട് അര ആയത്ത് തെളിയിക്കാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ കാന്തപുരം സമസ്തയിലെ ഔദ്യോഗികമായി രേഖയുമായി കടന്നു വരുന്നവരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഇനി റാസി ഇമാം മാത്രമാണോ അത് പറഞ്ഞത്? ഒരിക്കലുമല്ല. ഇതേ ആശയം തന്നെ നമുക്ക് കാണാൻ കഴിയുകയാണ്. എവിടെയാ കാണാൻ കഴിയുന്നത്? അതേ സുയൂത്തി ഇമാമിന്റെ കിതാബിൽ. നിങ്ങൾ തള്ളിക്കളയുമോ സുയൂത്തി ഇമാമിനെ? നിഷേധിക്കുമോ സുയൂത്തി ഇമാമിനെ? ആ സുയൂത്തി ഇമാമിന്റെ ഇത്ഖാൻ എന്ന് പറയുന്ന ഉലൂമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാന പാഠങ്ങളെ പറ്റി പഠിപ്പിക്കുന്ന അൽ ഇത്ഖാനു ഫീ ഉലൂമിൽ ഖുർആൻ എന്ന കിതാബ്, അതും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അവിടെയും ഇതേ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറയുകയാണ്, ലൗ സുഇൽത അൻഹാ, ഏതെങ്കിലും ഒരാൾ വന്ന് നിന്നോട് ചോദിക്കുകയാണ്. എന്താ ചോദ്യം? സാധാരണ വിശുദ്ധ ഖുർആനിൽ ഈ രൂപത്തിൽ ചോദ്യരൂപം വരുമ്പോൾ അവിടെ കുല്ലെന്നോ ഫഖുല്ലെന്നോ പറയാറുണ്ടല്ലോ. എന്നാൽ ഈ ആയത്തിൽ അത് കാണുന്നില്ലല്ലോ. എന്തുകൊണ്ട് കുല്ലവിടെ ഒഴിവാക്കി? എന്തുകൊണ്ട് ഫഖുൽ എന്നത് അവിടെ ഒഴിവാക്കി? ഈ രൂപത്തിൽ ആരെങ്കിലും നിന്നോട് ഒരു ചോദ്യം ചോദിച്ചാൽ ഹുദിഫത്തിൽ ഇഷാറ, ഇവിടെ എന്തുകൊണ്ടാണ് ആ സൂചന ഒഴിവാക്കിയത് എന്ന ചോദ്യം വന്നാൽ അതിന് മറുപടി നീ പറഞ്ഞു കൊടുക്കണേ. നാം ആ മറുപടി പറഞ്ഞു തരുന്നുണ്ട്. ആ മറുപടി എന്തെന്ന് ചോദിച്ചാൽ, ഇലാ അന്നൽ അബ്ദ ഫീ ഹാലി ദുആഇ ഫീ അഷ്റഫിൽ മഖാമാതി ലാ വാസിത ബൈനഹു വ ബൈന മൗലാ. ഒരു അടിമ ദുആ ചെയ്യുന്ന നേരത്ത്, പ്രാർത്ഥിക്കുന്ന നേരത്ത് അവൻ ഏറ്റവും അഷ്റഫായ ഉന്നതമായ ഹാലിലാണ്, ഉന്നതമായ മഖാമിലാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കലാമിലൂടെ പ്രഖ്യാപിക്കുകയാണ്, ലാ വാസിത ബൈനി ലാ വാസിത ബൈനഹു വ ബൈന മൗലാ. റബ്ബിനോട് തേടുന്നവനും അതുപോലെ അവന്റെ റബ്ബിനും ഇടയിൽ ഒരു വാസിത വേണ്ടതില്ല, മധ്യവർത്തി വേണ്ടതില്ല എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് ഇമാം സുയൂത്തി തന്റെ ഇത്ഖാനിൽ വളരെ കൃത്യമായി പണ്ഡിതന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ രേഖപ്പെടുത്തുകയാണ്. ഈ ആശയത്തിനെതിരെ 20 ആയത്ത് പോയിട്ട് അര ആയത്ത് കൊണ്ട് അതേ സുയൂത്തി ഇമാമിനെ ഗണ്ണിക്കാൻ കഴിവുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ കാന്തപുരം സമസ്തയിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മുതൽ പേരോട് മുതൽ അവിടെ നിങ്ങോട്ട് കാന്തപുരം സമസ്തയുടെ ഔദ്യോഗികമായി കടന്നു വരാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മുജാഹിദുകൾ അവരെ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ഓടാനുള്ള കണ്ടം ഞങ്ങൾ കാണിച്ചു തരും. മുദബ്ബിറുൽ ആലം നമ്മൾ വെല്ലുവിളിച്ചതാണ്, വന്നിട്ടില്ല. മാത്രമല്ല വ്യാജകേശം ഒരു മുടി കൊണ്ടുവന്നിട്ട്. സഹോദരങ്ങളെ, വളരെ കൃത്യമാണ് നമ്മുടെ നിലപാട്. പേരോട് റഹ്മാൻ സഖാഫിയെ പോലെ ഒരാൾ ജിബിരിലിനെ ചൂണ്ടി സംസാരിക്കുകയാണ്, മീക്കായിലിനെ ചൂണ്ടി സംസാരിക്കുകയാണ്, മധ്യവർത്തി ഉണ്ടല്ലോ. ഇനി മധ്യവർത്തിക്ക് അദ്ദേഹം കൊണ്ടുവന്ന തെളിവോ? മയ്യത്ത് നിസ്കരിക്കണില്ലേ നമ്മൾ? അതിന് മയ്യത്തിന് പുറത്തു കൊടുക്കണമെന്ന് പറയുന്നില്ലേ? ഇതാണോ ഇവിടെ നമ്മുടെ ആ രാഷ്ട്രീയ നേതാവ് സംസാരിച്ച വിഷയം? മയ്യത്ത് നിസ്കരിക്കണ്ട എന്നാണോ? മയ്യത്ത് നിസ്കരിക്കുന്നില്ലേ, അത് മധ്യവർത്തിയല്ലേ എന്ന് ചോദിച്ചാൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോൾ, വഫാത്തായി കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് മയ്യത്ത് നിസ്കരിച്ചില്ലേ? അപ്പോൾ മുഹമ്മദ് നബിയുടെ മധ്യവർത്തി എൻ്റെ താഴെയുള്ള ആൾക്കാർ അങ്ങനെയാണോ? മുഹമ്മദുർ റസൂലുള്ളാഹിക്കും ആളുകൾ മയ്യത്ത് നിസ്കരിച്ചില്ലേ? അപ്പോൾ ഈ മയ്യത്ത് നിസ്കരിച്ചവരൊക്കെ റസൂലുള്ളാഹിന്റെ മധ്യവർത്തി അങ്ങനെയാണോ എന്ന് മാത്രമല്ല, 20ഓളം വരുന്ന ആയത്തുകൾ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഓതിത്തരും എന്ന് പറഞ്ഞ ആള് ആയത്തോതാൻ തുടങ്ങി. ആയത്ത് കേൾക്കുമ്പോഴല്ലേ നമുക്ക് കാര്യം മനസ്സിലായത്, ഇത് 20 അല്ല 200 ഓതിക്കൂടെ? ഇങ്ങനെയാണ് ആയത്തോതുന്നതെങ്കിൽ അത് 20 അല്ല 200 ആയത്തോതാം. ഏതൊക്കെയാണ് ആയത്ത്? നമുക്കൊന്ന് പെട്ടെന്ന് കേട്ടുപോകാം. അദ്ദേഹം സിറാജുൽ ഹുദയിൽ പോയി ഓതി ആയത്തുകൾ.
അതുകൊണ്ട് നമുക്ക് മധ്യവർത്തികൾ വേണ്ട, ഇടയാളന്മാർ വേണ്ട എന്ന് ഇസ്ലാം ദീൻ ആർക്കും കിട്ടൂല, ഇസ്ലാം ദീന നിയമം കിട്ടൂല. ഇനി നിങ്ങൾ നോക്കി, ഞാൻ ഇന്നലെ കുറേ ആയത്തുകൾ ധരിച്ചിരുന്നു, ഒക്കെ ഇപ്പോൾ പറയാൻ ഇവിടെ സമയമില്ല. അല്ലാഹു തആല ഖുർആനിൽ എത്ര സ്ഥലത്താണ് പറഞ്ഞത്. മലക്കുകളെ സംബന്ധിച്ച് തന്നെ അല്ലാഹ് പറഞ്ഞു, അല്ലദീന യഹ്മിലൂനൽ അർശ്, അർശിനെ ചുമക്കുന്ന മലക്കുകൾ. അവരെ ഡ്യൂട്ടി പറഞ്ഞത് എന്താണ്? വമൻ ഹൗലഹു, ആ അർശിന്റെ ചുറ്റുഭാഗത്തുള്ളവർ, യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അവർ അല്ലാഹുവിനെ പുകഴ്ത്തുന്നു, വയൂമിനൂന ബിഹി, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നു, വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു, മുഅ്മിനീങ്ങൾക്ക് ദോഷം പുറത്തു കൊടുക്കണേ എന്ന് പടച്ചവനോട് റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പൊ അല്ലാഹു തആല കുറെ മലക്കുകളെ വെച്ചിരിക്കുകയാണെന്നൊരു മുഅ്മിനീങ്ങളെ ദോഷം പൊറുക്കണമെന്ന് പറയാൻ അവർ പറയുന്ന കാര്യം തന്നെ ഖുർആൻ ശേഷം പറയുന്നുണ്ട്. റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മ വഇൽമ ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക, അല്ലാഹുവേ നിന്റെ മാർഗം പിന്തുടരുന്ന തൗബക്ക് സന്നദ്ധരാകുന്ന ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് മലക്കുകൾ പടച്ചവനോട് റെക്കമെൻഡ് ചെയ്യുന്നു. അതിനുവേണ്ടി അല്ലാഹു തആല മലക്കുകളെ നിശ്ചയിച്ചിരിക്കുന്നു. ഖുർആൻ പറയാണ്, ഇതുപോലെ മുൻഗാമികളായ അംബിയാ മുർസലീങ്ങളുടെ ചരിത്രങ്ങൾ നോക്കിയാൽ കാണാം. സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, ഞാൻ നിങ്ങളെ ദോഷം പൊറുക്കാൻ വേണ്ടി പടച്ചവനോട് പറയും, ഞാൻ റെക്കമെൻഡ് ചെയ്യും എന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയാണ്, സലാമൻ അലൈക സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഹഫിയ്യാ. ആരോട്? എറിയടാ നിന്നെ എന്ന് പറഞ്ഞു. അടുത്ത ബന്ധുവായ ഒരാളാണ്. യാഥാർത്ഥ്യം പറഞ്ഞതിന്റെ വലിയ എറിയുന്നു. അപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയാണ്, സലാമൻ അലൈക, നിങ്ങൾ നമ്മളൊന്നും കുഴപ്പമൊന്നുമില്ല, നിങ്ങളെ വൈകി നമ്മളേക്ക്, പക്ഷേ സഅസ്തഗ്ഫിറു ലക റബ്ബി, എന്റെ റബ്ബിനോട് ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യും. ഇന്നഹു കാന ബി ഹഫിയ്യ, അവൻ എന്റെ ദുആ അല്ലാഹു തട്ടൂല. ഇന്നഹു കാന ബി ഹഫിയ്യ ഐ ബാറൻ യുജീബു ദഅവതി എന്നാണ് എൻ്റെ മാന. അതായത് എനിക്ക് ഗുണം ചെയ്യുന്നവനാണ് എൻ്റെ റബ്ബ്, അവൻ എൻ്റെ ദുആ തട്ടൂല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പടച്ചവനോട് റെക്കമെൻഡ് ചെയ്യും. പക്ഷേ അദ്ദേഹം, ആ പറഞ്ഞ ആള് ഈമാൻ കിട്ടൂല എന്നുള്ള കാര്യം അല്ലാഹു തആല അറിയിച്ചതിന് ശേഷം പിന്നെ ഈമാനില്ലാത്തവർക്ക് ദോഷം പൊറുക്കാൻ വേണ്ടിയുള്ള റെക്കമെൻഡ് പറ്റൂല. അതുകൊണ്ടാണ് ആരും ഈമാനില്ലാത്തവർക്ക് ആരും തന്നെ മയ്യിസ്കരിക്കൂലല്ലോ, അല്ലാഹു ഗഫർ ലഹു എന്ന് പറയൂലല്ലോ. അപ്പോ ഈമാനുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുക എന്നത് അമ്പിയാക്കൾ ചെയ്ത ഡ്യൂട്ടിയാണ്. ഇനിയും കാണാം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഈമാൻ ഇല്ലാത്തവർ. ഏതായിരുന്നാലും ഈ നിലയിലാണെങ്കിൽ പേരോടിനേക്കാളും ഭേദമാണ് അറിവിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയക്കാരൻ. എന്താ ഇപ്പൊ പറഞ്ഞത്? നിങ്ങൾ വാപ്പാക്ക് വേണ്ടി പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് പറയാറില്ലേ? വാപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ നിങ്ങൾ പറയാറുണ്ടോ? എങ്കിൽ നിങ്ങളാ മധ്യവർത്തി, വാപ്പാന്റെ മധ്യവർത്തി മോൻ. ഇബ്രാഹിം നബി വാപ്പയോട് പറഞ്ഞു, വാപ്പ അങ്ങക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ ചോദിക്കും. ഇതാണിപ്പോ മധ്യവർത്തി. വിശ്വാസികൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്ന മലക്കുകളുണ്ട്. ഇതാണോ മധ്യവർത്തി? ഇതാണോ ആ രാഷ്ട്രീയ നേതാവ് ഉദ്ദേശിച്ച വിഷയം? ഇനി മാത്രല്ല, ഓതി ആയത്ത്, ആദ്യം തന്നെ ഓതി ആയത്ത് ഇതുപോലെയാണ് ഈ 20 ആയത്തിന്റെ അവസ്ഥ. എന്താണ്? അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുഅ്മിനൂന ബിഹി വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ റബ്ബനാ വസിഅത് കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമാ ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം. അല്ലാഹുവിന്റെ മലക്കുകൾ, അല്ലദീന യഹ്മിലൂനൽ അർശ, അല്ലാഹുവിന്റെ അർശിനെ വഹിക്കുന്നതിനെ ചുമക്കുന്ന മലക്കുകൾ, വമൻ ഹൗലഹു, അതിന്റെ ചുറ്റുമുള്ള മലക്കുകൾ, യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അവരവരുടെ റബ്ബിനെ ഹംദ് ചെയ്യുന്നവരാണ്, തസ്ബീഹ് ചെയ്യുന്നവരാണ്, വയുഅ്മിനൂന ബിഹി, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ, ഈമാനുള്ള വിശ്വാസികളായവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നവരാണ്. റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമാ, അല്ലാഹുവേ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സർവ്വകാര്യങ്ങളിലും നിന്റെ റഹ്മത്തും നിന്റെ ഇൽമും വ്യാപിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഫഗ്ഫിർ ലില്ലദീന താബൂ, പശ്ചാത്തപിക്കുന്നവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. വത്തബഉ സബീലക, നിന്റെ വഴി സ്വീകരിച്ച് മുത്തഖീങ്ങളായി ജീവിക്കുന്ന, നേരിന്റെ പാതയെ അനുധാവനം ചെയ്യുന്നവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. വഖിഹിം അദാബൽ ജഹീം, നരകശിക്ഷയിൽ നിന്നവരെ കാത്തുകൊള്ളണേ അല്ലാഹ് എന്ന്
അർശിനെ ചുമക്കുന്ന മലക്കുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ ഇപ്പൊ വാസിത്തമായിട്ട് തെളിവായി കൊണ്ടുവന്നത്. ഇബ്രാഹിം നബി വാപ്പക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതാണ് വാസിത്തയായി. അതാ ഒരു മനുഷ്യൻ റബ്ബിനോട് തേടുമ്പോൾ അതിനൊരു ഇടയാളനുണ്ട് എന്നുള്ളതിന് തെളിവായി കൊണ്ടുവന്നത്. ഈ രൂപത്തിലാണെങ്കിൽ 20 അല്ല 200 ഓതിക്കൂടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ എത്രയോ ഹദീസുകൾ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന ദുആകൾ, പ്രാർത്ഥനകൾ, മഹാനായ നൂഹ് അലൈഹിസ്സലാം അടക്കം നടത്തിയ ദുആകൾ, റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ എന്ന ലോകത്തുള്ള സർവ്വ മുഅ്മിനീങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി നടത്തുന്ന ദുആ. ഇതാണോ ഇവിടുത്തെ ഈ വാസിത്ത എന്ന് പറഞ്ഞാൽ, മധ്യവർത്തി എന്ന് പറഞ്ഞാൽ? അപ്പൊ മൂപ്പർക്ക് തന്നെ മറ്റത് പറയാൻ നാണായി എന്നാണ് അർത്ഥം. പഴയ കേസുണ്ടല്ലോ, ഏത്? വല്ലേ നീലെത്തിന്നും എന്നെ വീളിപ്പോർക്ക് വായിക്കൂടാ ഉത്തേരം ചെയ്യും ഞാനെന്നോവർ. അതാ പറഞ്ഞ ഇദ്ദേഹം മുക്കാൽ വഹാബി ആയതുകൊണ്ടാണ്. ഇതിപ്പോ നമുക്ക് പ്രശ്നമില്ലല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ ഈ പറഞ്ഞതിൽ? ഈ ആയത്തിൽ പറഞ്ഞതിൽ നിങ്ങൾക്കാർക്കെങ്കിലും വല്ല പ്രശ്നമുണ്ടോ? വേറൊരാൾക്ക് അല്ലാഹ് പുറത്തു കൊടുക്കണേ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ഇപ്പൊ ഞാൻ മധ്യവർത്തിയാണ്. ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും മധ്യവർത്തിയാകുന്നു ഞാൻ എന്ന് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ഖതീബുമാരും ഇത് പ്രാർത്ഥിക്കുന്ന മുഴുവൻ ആളുകളും ലോകത്തുള്ള അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും മധ്യവർത്തിയാകുന്നു. ഇതാണോ മുസ്ലിയാരെ ഇവിടുത്തെ തർക്കം? സംഗതി ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്നുള്ളത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒപ്പിക്കേണ്ടി വന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ മുക്കാൽ വഹാബിയാണ്. അതുകൊണ്ടാണ് പഴയ ആ ഒരവസ്ഥയിൽ നിന്ന് വല്ല നിലത്തീന്നും എന്നെ വീളിപ്പോർക്ക് വായിക്കൂടാ ഉത്തേരം ചെയ്യും ഞാനെന്നോവർ. അതുകൊണ്ട് മുഹീദ്ദീൻ ശൈഖിനോട് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞോ, മുഹീദ്ദീൻ ശൈഖ് നിങ്ങളുടെ കാര്യം അല്ലാഹുവിനോട് പറഞ്ഞോളും എന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നില്ലേ, മയ്യത്ത് നിസ്കരിക്കുന്നില്ലേ, അത് മധ്യവർത്തിയല്ലേ എന്ന് ചോദിക്കാൻ തക്കവണ്ണം നിങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുക്കാൽ വഹാബി ആയതുകൊണ്ടാണ്. പഴയ അവസ്ഥയിലാണെങ്കിൽ പേരോട് ഇങ്ങനെ ചോദിക്കോ, പേരോട് ഇങ്ങനെ പറയോ, ഇർതകബതു അലൽ ഖതാ വൈറ ഹസിരിൻ വഅദദ് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഇത് മയ്യിത്ത് നിസ്കരിക്കലാണോ? ഇത് മയ്യിത്ത് നിസ്കാരമാണ് ഇപ്പൊ നടത്തിയത്? അല്ലല്ലോ. മരിച്ചുപോയ മഹാന്മാരായ അമ്പിയാക്കളോടും ഔലിയാക്കളോടും നേരിട്ട് നേർക്കുനേരെ നടത്തുന്ന ദുആയല്ലേ, പ്രാർത്ഥനയല്ലേ? അത് പാടില്ല. അങ്ങനെ ഒരു മധ്യവർത്തി അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉടമക്കും ഇടയിൽ വെക്കേണ്ടതില്ല. കാരണം അള്ളാഹു ഖരീബാണ്, സമീപസ്ഥനാണെന്ന് ഖുർആൻ പ്രഖ്യാപിച്ചതാണ്. എന്ന് മാത്രമല്ല, ആ ആയത്തിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഒരിക്കലും അടിമക്കും ഉടമക്കും ഇടയിൽ ഒരു വാസിത്ത ആവശ്യമില്ലാത്ത വിധം ഉന്നതമായ മഖാമാണ് ദുആഇന്റെ മഖാമെന്ന് പണ്ഡിത ലോകം വളരെ കൃത്യമായി പറഞ്ഞു പഠിപ്പിച്ചു പോയ കാര്യമാണ്. ഇനി മാത്രമല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം ആ മലക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോഴും അവർ അല്ലാഹുവിനോട് നേർക്കുനേരെ ദുആ ചെയ്യുകയാണ്. ആ രാഷ്ട്രീയക്കാരൻ പറഞ്ഞതുപോലെ റബ്ബിനോട് നേർക്കുനേരെ ഇടയാളനില്ലാതെയാണ് മലക്കുകൾ ദുആ ചെയ്യുന്നത്. മലക്കുകൾ മാത്രമല്ല, റബ്ബിലേക്ക് അടുത്ത മുഴുവൻ ആളുകളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റ വാക്കിൽ പറഞ്ഞില്ലയോ, ഒറ്റ വാക്കിൽ പ്രഖ്യാപിച്ചില്ലയോ, ഖുൽദുല്ലദീന സഅംതും മിൻ ദുനിഹി ഫലാ യംലികൂന കശ്ഫൽ ദുരി അൻകും വലാ തഹ്വീലാ ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖറബു വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറാ. വിശ്വാസികളായി ഈമാനുള്ളവരായി ലോകത്ത് കഴിഞ്ഞു പോയ ആളുകൾ അവർ പ്രാർത്ഥിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ മലക്കുകളുണ്ട്, ജിന്നുകളുണ്ട്. വെറും ജിന്നല്ല, സ്വഹാബികളായ ജിന്നുകളുണ്ട്. ആ സ്വഹാബികളായ ജിന്നുകളോട് തേടിയവരുണ്ട്, മലക്കുകളോട് തേടിയവരുണ്ട്, അമ്പിയാക്കളോട് ഇബ്രാഹിം നബി അടക്കമുള്ള അമ്പിയാക്കളോട് തേടിയ ആളുകളുണ്ട്, ഔലിയാക്കളോട് തേടിയ ആളുകളുണ്ട്. അത്തരം ഔലിയാക്കളോടും അമ്പിയാക്കളോടും സ്വഹാബികളായ ജിന്നുകളോടുമൊക്കെ തേടിയ ആളുകളോട് അല്ലാഹ് പറഞ്ഞ വാചകം എന്താണ്? ഖുൽദുല്ലദീന സഅംതും മിൻ ദൂനിഹി. അല്ലാഹുവിന് പുറമെയുള്ള ഇത്തരം ശക്തികളോട് നിങ്ങൾ തേടി നോക്കൂ. പക്ഷേ ഫലാ യംലികൂന കശ്ഫൽ ദുരി അൻകും വലാ തഹ്വീലാ,
നിങ്ങളുടെ നിലവിലെ പ്രയാസം നീക്കുവാനോ നിങ്ങളുടെ നിലവിലെ അവസ്ഥയിൽ മാറ്റം വരുത്തുവാനോ ഈ ശക്തികൾക്കൊന്നും സാധ്യമല്ലെന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നുകൊണ്ട് പറയുന്ന വാചകം ഉലൈകല്ലദീന യദ്ഊൻ യബ്തഊന ഇലാ റബ്ബിഹിമുൽ വസീല. അവർ നേർക്കുനേരെ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്. അവർ നേർക്കുനേരെ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്, റബ്ബിനോട് നേർക്കുനേരെ പ്രാർത്ഥിക്കുന്നവരാണ്. യബ്തഊന ഇലാ റബ്ബിഹിമുൽ വസീല. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മറ്റു സൽക്കർമ്മങ്ങളുണ്ടല്ലോ, ആ സൽക്കർമ്മങ്ങൾ തേടുന്നവരാകുന്നു യഥാർത്ഥത്തിൽ നിങ്ങൾ വിളിച്ചു തേടുന്നവർ. ഇത് ഖുർആൻ കൃത്യമായി പറയാണ്. അപ്പോ ഈ പറഞ്ഞ അമ്പിയാക്കളുടെ ആയത്തുകൾ ഓതിയപ്പോഴും അതുപോലെ തന്നെ മലക്കുകളുടെ ആയത്ത് ഓതിയപ്പോഴും അവിടെയൊന്നും ആ മലക്കുകൾ ഇതാ ഒരു ഇടയാളിനെ നിശ്ചയിച്ചിട്ട് ഇടയാളിനോട് തേടിയത് കാണുന്നില്ല. അവിടെ മുഴുവനും യസ്തഗ്ഫിറൂനല്ലാഹ, അവർ അല്ലാഹുവിനോട് ഇതാ പൊറുക്കലിനെ ചോദിക്കുന്നു എന്നാ പറയുന്നത്, റബ്ബിനോട് പൊറുക്കലിനെ തേടുന്നു എന്നാ പറയുന്നത്. എന്നാൽ ഈ രൂപത്തിൽ ഏതാണ്ട് 20ഓളം ആയത്തുകൾ ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഞങ്ങൾ പറയുന്നു 20 ആയത്തല്ല, ഈ രൂപത്തിൽ റബ്ബിനോട് മാത്രം തേടുന്ന വിഷയത്തിൽ ഖുർആനിന്റെ ഏത് പേജ് എടുത്തു നോക്കിയാലും ആ പേജുകളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ആദർശമാണിത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ സംഗതി എന്താന്ന് വെച്ചാൽ മൂപ്പര് അവിടെ നിന്നൊന്ന് വെളുപ്പിക്കാൻ നോക്കുകയാണ്. നല്ല ഉദ്ദേശം നമ്മൾ എന്തായാലും കാണണം, മനസ്സിലാക്കണം. കാര്യം എന്താന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന് വന്ന മാറ്റം, പരിവർത്തനം എന്താന്ന് ചോദിച്ചാൽ നമുക്കൊന്ന് കണ്ടു നോക്കാം, നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. അദ്ദേഹം തന്നെ പറയട്ടെ. അങ്ങനെ അദ്ദേഹം പറയാണ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ കുറിച്ച് പറയാണ്, ഇവർ പടച്ചവനോട് ചോദിക്കൂല. ഞങ്ങൾ ഒരൊറ്റ ഖുതുബ ഈ സാധു കേട്ടില്ലല്ലോ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നിങ്ങൾ ആരോടാ പറയല്? എല്ലാ ഖുതുബയിലും ഉള്ളതാ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നിസ്കരിച്ചോടനെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, നിസ്കരിച്ചോടനെ ദുആക്കൽ എന്താണ്? അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദിനാ. നമ്മളെ എല്ലാ ദുആയും അല്ലാഹുവിനോട് തന്നെയല്ലേ, അല്ലാഹുവിനോടല്ലാതെ ആരാണ് പ്രാർത്ഥിക്കാറ്? അപേക്ഷ സമർപ്പിക്കാറുണ്ട്, അത് നിമിത്തങ്ങളാണെന്ന് നിലക്ക്. അല്ലാഹുവിനോടല്ലാതെ ആരാണ് ഇവിടെ പ്രാർത്ഥിക്കാറുള്ളത്? സുബ്ഹാനല്ലാഹ്. അപേക്ഷയ്ക്ക് അവർ തന്നെ പ്രാർത്ഥന എന്ന് പേരിട്ട്, എന്നിട്ട് ലോക മുസ്ലിമീങ്ങളെ മുഴുവനും കാഫിറായി ചിത്രീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പുതിയ ഒരു ചപ്പടാച്ചിയാണ് ആ വാദങ്ങളൊക്കെ. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് കണ്ടോ, അപ്പൊ അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് പോലും പറയാൻ പറ്റൂല എന്നുള്ളിടത്തേക്കാണ് മൂപ്പരിപ്പോൾ ഉള്ളത്, എത്തി നിൽക്കുന്നത്. അതൊരു ചപ്പടാച്ചിയാണ്. അത് ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാൻ വേണ്ടി വഹാബികൾ കൊണ്ടുവന്നാണ് എന്നാ. ഇതാണ് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ എതിരാളികൾ ഇദ്ദേഹത്തിന്റെ പേര് പറയുന്ന ആക്ഷേപം. മുദബ്ബിറുൽ ആലം അല്ല മാത്രമാണ് എന്ന് പറഞ്ഞതോടുകൂടി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തന്റെ ഉസ്താദിനടക്കം ഇദ്ദേഹം മുശ്രിക്കാക്കി എന്നാണ് ഇദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ എതിരാളികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുദബ്ബിറുൽ ആലം അല്ല മാത്രമാണ് എന്ന് ഇമാം തഫ്താസാനി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഇദ്ദേഹം പറഞ്ഞതോടുകൂടി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അടക്കം മുശ്രിക്കായി എന്നാണ് മറ്റുള്ളവർ പറയുന്നത്. അപ്പോൾ മുശ്രിക്കാക്കുക എന്നുള്ള പണി ഇദ്ദേഹം നിർവഹിക്കുന്നുണ്ട് എന്ന് പറയുന്നു അദ്ദേഹത്തെക്കുറിച്ച് മറ്റുള്ളവർ. അദ്ദേഹം നമ്മളെ കുറിച്ചും പറയാൻ. എന്നാൽ അതിനിടയിൽ അദ്ദേഹം പറയുന്ന വാചകം എന്താ? പ്രാർത്ഥിക്കാറില്ല, പ്രാർത്ഥിക്കാറില്ല, നേരെ മറിച്ച് അപേക്ഷിക്കാറേ ഉള്ളൂ എന്നാണ്. ശരിയാണോ അത്? ശരിയാണോ അത്? ഒരിക്കലല്ല. അദ്ദേഹം നന്നാക്കാൻ ശ്രമിക്കാൻ, ഉള്ളിൽ നിന്ന് നന്നാക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ കേട്ട് 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 പ്രാർത്ഥിക്കരുത്, പ്രാർത്ഥിച്ചുകൂടാന്നൊക്കെ മനസ്സിലാക്കിക്കോട്ടെ നിൽക്കാൻ ഉള്ളിൽ നിന്ന് വർക്കുകയാണ്. എന്നാൽ സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ കച്ചവടമോൻ അദ്ദേഹം പറയുന്ന വാക്കെന്താ? അദ്ദേഹം പറഞ്ഞ വാചകം എന്താ? കോടഞ്ചേരി പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാൽ നിങ്ങൾക്ക് അവിടെ ടാക്സിൻ്റെ റെസീറ്റ് മറച്ചു നോക്കിയാൽ ആ റെസിപ്റ്റിൽ കാണാം ജാമിഉൽ ഫുതൂഹ് 313. ഇത് കാറിന് നമ്പർ വാങ്ങും പോലെ വാങ്ങിയതല്ല. മസ്ജിദിന്റെ നമ്പർ 313 അത് അല്ലാഹു തആല തീരുമാനിച്ച അങ്ങനെ ആവണം എന്ന്. എന്താണ് അതിൻ്റെ കാരണം? നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി. കണ്ടോ, 313 കെട്ടിട നമ്പർ കിട്ടാൻ കാരണമായ കാര്യം എന്താണ്? ഒരുപാട് പ്രതിബന്ധങ്ങൾ നോളജ് സിറ്റിയുമായി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ബദരീങ്ങളെ വിളിച്ച് നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിച്ചു. ബദരീങ്ങളോട് നേർക്കുനേരെ പ്രാർത്ഥിച്ചു എന്ന് കാന്തപുരത്തിന്റെ സാക്ഷാൽ മകൻ അബ്ദുൽ ഹക്കീം അസ്ഹരി പറയുമ്പോ
പേരുടെ അപ്പുറത്ത് SSFന്റെ സ്റ്റേജ് ചോദിക്കുകയാണ്, പ്രാർത്ഥിച്ചു എന്ന് ആരാ പറയല്? അത് ചപ്ലാച്ചിയല്ലയോ? അങ്ങനെ ആർക്കും വാദമില്ലല്ലോ, അങ്ങനെ ആരും പറയില്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതാ പറഞ്ഞത്, ഇദ്ദേഹം എൻ്റെ ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞ് വെറുതെ പറയല്ല. മാക്സിമം ആ മനുഷ്യൻ, അദ്ദേഹം വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് ഉള്ളിൽ. എന്തൊക്കെ കണ്ടുപിടിച്ചു അദ്ദേഹം? നബിക്ക് നെല്ലുണ്ട് എന്ന് കണ്ടുപിടിച്ചു. നബിക്ക് ചിലപ്പോൾ നെല്ലുണ്ടാകാം, ചിലപ്പോൾ നെൽ ഇല്ലാതിരിക്കാം, ചിലപ്പോൾ നെല്ലുണ്ട്, ചിലപ്പോൾ നെല്ലില്ല. പേരോട് കണ്ടുപിടിച്ചതാണ്. എനിക്കും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ നെല്ലുണ്ടാവും, ചിലപ്പോൾ നെല്ലുണ്ടാവൂല. ഇങ്ങനെ എത്രയോ ഗവേഷണങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, പ്രാർത്ഥിക്കുന്നു എന്ന വാദമില്ല എന്ന് പറയുമ്പോൾ ഇതാ അബ്ദുൽ ഹക്കീം അസ്സരി പറയുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ആരോട്? ബദരീങ്ങളോട്. ഇനി ബദർമാനിൽ എന്താ പറഞ്ഞത്? എന്നും കൊടുമീകന്തോരു ദിനത്തിൽ അവരെ വിളിച്ച് ദുആനെയിരുന്നെങ്കിൽ അപ്പോഴേ തന്നെ ശീഫാകളെ കിട്ടാതെ ആയിട്ടതില്ല ഒരു തേരുമെന്നോവർ. പിൻവലിച്ചോ നിങ്ങൾ? പിൻവലിച്ചോ? നിങ്ങൾ എന്താ പറഞ്ഞ? നിങ്ങൾ പ്രാർത്ഥിക്കാറില്ല, പ്രാർത്ഥിക്കാം എന്ന് പറയാറില്ല. മാല പിൻവലിച്ചോ നിങ്ങൾ? എന്തേ മാലയിൽ പറഞ്ഞത്? എന്നും കൊടുമ മികന്തൊരു ദീനത്തിൽ, ഒരു മഹാമാരി പിടിപെട്ടു, ഒരാൾക്ക് വലിയൊരു രോഗം വന്നാൽ അവരെ വിളിച്ച് ദുആനെയിരുന്നെങ്കിൽ, ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്താൽ എന്ന് വെച്ചാൽ അതിന് മലയാളമാണ് പ്രാർത്ഥിച്ചാൽ. മാലയിലുള്ള വാചകം ദുആനെയിരുന്നെങ്കിൽ, ദുആയിരുന്നാൽ, പ്രാർത്ഥിച്ചാൽ അപ്പോഴേ തന്നെ ശീഫാകളെ കിട്ടാതെ ആയിട്ടതില്ല ഒരു തേരുമെന്നോവർ. പിൻവലിച്ചോ? നിങ്ങൾ പിൻവലിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ മയ്യിത്ത് നിസ്കാരത്തിലേക്ക് പോയത്, മധ്യവർത്തിക്ക്. ഇതൊക്കെ കണ്ടപ്പോഴാണ് നമ്മുടെ സാക്ഷാൽ അബൂബക്കർ മുസ്ലിയാർ, മൂപ്പര് തീരെ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കരുത്, അവിടെ ചാടി എഴുന്നേറ്റ് വന്നത്. എൻ്റെ ഓൾ കേരള പിന്നെ വഹാബി എന്നല്ല, സഖാഫികളെ വിളിച്ചു കൂട്ടിയാണ്. സഖാഫികളെയൊക്കെ വിളിച്ചു കൂട്ടി വഹാബികൾക്ക് മറുപടി പറയുന്നത് പോലെ അബൂബക്കർ മുസ്ലിയാർ സഖാഫികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്താ? കേട്ടോ നിങ്ങൾ. ഒരു പുതിയ പ്രസ്ഥാനം ഇപ്പൊ ഇടക്കിടക്ക് അവിടെ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇസ്തിഗാസ ചെയ്യാതെ ചുരുക്കൊന്നും അല്ലെങ്കിലും മുസ്ലിക്കൊന്നും അല്ലെങ്കിലും അങ്ങനെ ചോദിച്ചോളൂന്നില്ല. എത്രയാണാ ചോദിച്ചത്? ഇമാം ബൂസീരി മാത്രമല്ല, ഇവരുള്ള തങ്ങൾ വളരെ വ്യക്തമായി റസൂലിനോട് എന്റെ ഈമാൻ സലാമത്താക്കി തരണം, അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ്. ഉണ്ടോ? ഇപ്പൊ ചില ആളുകൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഈ നേരിട്ട് ഇസ്തിഗാസയൊന്നും വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇമാം ഹൈത്തമി, സുബ്കി ഇമാം, ഇവർക്ക് ഒരുപാട് തെളിവ് പറഞ്ഞു കൊടുക്കുക. ആർക്ക്? ഇത് വഹാബികളെ വിളിച്ചിരുത്തി പറയല്ല. നമുക്കറിയാം, ഒരു വ്യാജ കേശം കൊണ്ടുവന്ന് വെച്ച് അതിൻ്റെ പേരിൽ കോടികൾ പിരിച്ചിട്ട് കൊണ്ടുപോയി കച്ചവടം നടത്തി, നോളജ് സിറ്റി എന്ന് പേരിട്ട് ആ കച്ചവട സ്ഥാപനം ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് സഖാഫികളെ വിളിച്ചിട്ട് പറയുകയാണെന്ത്, ഇപ്പം നമുക്കിടയിൽ തന്നെ ഇസ്തിഗാസ നേരിട്ട് വേണ്ടാന്ന് പറയുന്ന ആൾക്കാർ രൂപപ്പെട്ടു വരികയാണ്. അപ്പം മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിച്ചതിൻ്റെ പരിണിത ഫലങ്ങൾ കാന്തപുരം സമസ്തയുടെ ഉള്ളറകളിൽ പോലും പ്രതിഫലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇസ്തിഗാസ വിഷയങ്ങളിൽ വരെ മാറ്റം വന്നു. എത്രത്തോളം വന്നു എന്ന് പറഞ്ഞാൽ, പേരോടിൻ്റെ ഒരു പ്രസംഗം നിങ്ങൾ കേട്ടു നോക്കൂ. ഞാൻ അത്ഭുതപ്പെട്ടു. ഇയാൾ ഇങ്ങനല്ല പറഞ്ഞിരുന്നത്, ഇയാൾ ഇങ്ങനല്ല പ്രസംഗിച്ചിരുന്നത്. മധ്യവർത്തി വിഷയം വെച്ചിട്ട് യസ്തഗ്ഫിറൂന എന്ന് ആയത്തോതിയാൽ, നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ബാപ്പാക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചാൽ, അതാണ് മധ്യവർത്തി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് വന്ന മാറ്റം എത്ര വലിയ മാറ്റമാണ് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം അവരുടെ ഇടയിൽ നിന്ന് തന്നെ പറയുന്നത് കേട്ടോളൂ. എന്തൊക്കെ തെറിയാ അതിൻ്റെ പേരിൽ അദ്ദേഹം കേൾക്കേണ്ടി വരുന്നത്. തന്നെയാണ് തരുന്നത് എന്ന് കുറച്ച് വിശ്വസിച്ചിട്ട് ഒരാള് ആ വലിയാണ് എനിക്ക് തന്നത് എന്ന് പറഞ്ഞാൽ അയാൾ കഫറാന്നൊന്നും പറയാൻ പാടില്ല, അയാൾ മുശ്രിക്കാന്നൊന്നും പറയാൻ പാടില്ല. അതേ സമയത്ത് ഏറ്റവും നല്ലത് അതേ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മുഖേന അല്ലാഹു എനിക്ക് തന്നു, ബദരീകൾ മുഖേന അല്ലാഹു തന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന എനിക്ക് തന്നു. അങ്ങനെ പറയുന്നതാണ് ഏറ്റവും നല്ല വാചകം.
ആ വാചകത്തിൽ തെറ്റിദ്ധാരണക്ക് അവകാശമില്ല. വേറൊരു കക്ഷികൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനും അവകാശമില്ല. അങ്ങനെയാണ് പറയേണ്ടത്, അല്ലാതെ പറയുന്നത് ശരിയായ അതല്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ, നന്നായി ഉറച്ചിരുന്നോ? എന്താ ഇപ്പൊ പറഞ്ഞത്? നബി മുഖേന അല്ല തന്നു എന്ന് പറഞ്ഞാൽ മതി, നബി തന്നു എന്ന് പറയണ്ട. ബദരീങ്ങൾ തന്നു എന്ന് പറയണ്ട, അതാണ് അതബുകേടാണ്. ബദരീങ്ങൾ മുഖേന അല്ല തന്നു എന്നങ്ങോട്ട് പറഞ്ഞാൽ മതി എന്നാണ്. ഇതിനപ്പുറം ആ കൂട്ടത്തിൽ നിന്നിട്ട് എങ്ങനെയാ പറയാ? ആ കൂട്ടത്തിൽ നിന്നിട്ട് ഇതിനപ്പുറം എങ്ങനെയാ പറയാ? പക്ഷെ ഇങ്ങനെ പറഞ്ഞപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, അതിനിടയിലുള്ള ആളുകൾ തന്നെ ഇദ്ദേഹത്തെ തെണ്ടി നടക്കം വിളിച്ചു. ഇത് എന്നല്ല, നിങ്ങളെപ്പോലെ പറയുന്ന ആൾക്കാരെ പരസ്യമായി ഇതെന്ത് വർത്താന പറയുന്നത്? ഇതെന്ത് വർത്തമാനമാണ് നിങ്ങൾ ഈ പറയുന്നത്? എന്ത് മുഹമ്മദ് നബി മുഖേന അല്ല തന്നോ? അങ്ങനെ പറയാൻ പറ്റുള്ളൂന്നോ? നിങ്ങൾ മനസ്സിലാക്കണം, ഈ സമസ്തയിൽ തന്നെയുള്ള പകര ഹസനി അദ്ദേഹം നടത്തിയ പ്രസംഗം, ആ പ്രസംഗത്തിൽ എന്താ പറയുന്നത് കേട്ടോ? മഹാന്മാരെ ചില ശൈത്താൻ മഹാൻ അവന് പരിപാടി ആദ്യം ക്ലാസ് എടുക്കുക, എല്ലാവരും കുത്തുബിയത്തിന് അവിടുത്തെ വലിയ ആളാണ് ഈ കാര്യം. അവന്റെ ക്ലാസ് എന്താ അറിയാം, എല്ലാവരും കുത്തുബിയത്തിന് മൊയ്തീൻ ഷേഖിനെ വിളിച്ചാൻ പോണ്. അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് മൊയ്തീൻ ഷേഖ് സഹായിക്കുമെന്ന ചിന്തയിലായിരിക്കണം നമ്മൾ വിളിക്കേണ്ടത്. ഇത്ര വലിയ തെണ്ടി ദുനിയാവിൽ ആരാണ്? കാരണം അള്ളാഹുവിന്റെ കഴിവ് കൊണ്ടല്ലാതെ എന്തെങ്കിലും ചെയ്യാം. മൊയ്തീൻ ഷേഖിനെ വിളിക്കുന്നിടത്ത് മാത്രമാണോ അതുള്ളത്? ഒരു ചായ ഒരാളോട് വായിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ വാങ്ങണ്ടേ? ഒരു പീടിയെന്ന് ഒരാളോട് അങ്ങോട്ട് ഒരു ചായ ഉണ്ടാ, അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് ഇനി ഒരു ചായ കൊണ്ടാ എന്ന് പറയേണ്ടി വരൂലേ? കുത്തുബിയത്തിന് മാത്രമാണോ? അപ്പൊ ഇപ്പൊ പച്ച വഹാബിയാണവൻ. അതാണ് ഈ പറയുന്നത്. ഭാര്യയോട് ചായ ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ കഴിവൊന്നുമില്ല. ഭാര്യ അള്ളാഹിന്റെ കഴിവുകൊണ്ടല്ല, സ്വന്തം ചെയ്യോ? ഡോക്ടറെ പോയിട്ട് ഡോക്ടറെ എനിക്ക് സുഖമില്ല, എന്തെങ്കിലും മരുന്നേരില്ല, രോഗം മാറ്റി തരും എന്ന് അറിയുമ്പോന്നില്ല, അള്ളാഹുവിന്റെ കഴിവില്ല. അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് അങ്ങനെ ഒരാൾ ചോദിച്ചാൽ എന്താ വാങ്ങൂടി ഇന്റെ അടുത്ത് കയറ്റാറ്? അങ്ങനെ ഉണ്ടാകും. ഒരു പീടിയെ പോയിട്ട് അള്ളാഹുവിന്റെ കൈ കൊണ്ട് ചായ കണ്ട് കാട്ടിക്കാം, അള്ളാഹുവിന്റെ കൈ കൊണ്ട് 10 കിലോ ഇറച്ചി തൂക്കിക്കാം, പോവാ അവിടുന്ന് കാര്യം. ഒരു മുസ്ലിമായ മനുഷ്യന്റെ വിശ്വാസം തന്നെ അതല്ലേ? ഓരോ സ്ഥലത്തും ഇങ്ങനെ പറയണപ്പോ അത് മുസ്ലിം അല്ലേ ഇത് ചെയ്യുന്നത്? കഴിവ് അള്ളാഹിന്റെതാണ് വിശ്വസാനാണ് തേണ്ടി മുസ്ലിം കയറുന്നത്. പിന്നെ ഓരോ സ്ഥലത്തും അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് അറിയണോ? ജീരാന്തങ്ങൾ വിളിക്കുമ്പോ മാത്രം എനിക്ക് ആ പ്രശ്നം. വഹാബിയാണ് അവൻ മൂലേര്, എന്തല്ല സുന്നിയല്ല, ഓന്റെ ആ കുത്തുബിയത്തിന് ഒരു ഫായിദ ഉണ്ടാവില്ല. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇദ്ദേഹം മുക്കാൽ മുജാഹിദാണ്. പേരോട് മുക്കാൽ വഹാബിയ എന്ന് പറയാൻ കാരണം ഇതാ. കാര്യം പേരോടിന്റെ ഇതേ വാദം, ആ വാദം പിന്നെ പകര കേട്ടിട്ട് മൂപ്പര് തെണ്ടി അങ്ങോട്ട് സർഫ് ചെയ്യാണ്. തെണ്ടിയോ അങ്ങനെ സർഫ് ചെയ്യാണ്. നിങ്ങൾ അടിച്ചു നോക്കൂ, ഇതിനപ്പുറം ഒരു മനുഷ്യൻ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് എന്താ ചെയ്യാ? ഇതിനപ്പുറം ഈ വഹാബീസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാ പറയാ? മാക്സിമം മൂപ്പര് പറയുന്നുണ്ട്, പക്ഷെ ഒക്കുന്നില്ല. അതാ വിഷയം. മാക്സിമം അങ്ങോട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്, അതങ്ങോട്ട് ഒക്കുന്നില്ല. പറഞ്ഞു കഴിഞ്ഞ ദിവസം SSFന്റെ സാഹിത്യോത്സവത്തിൽ നിന്നിട്ട് ഒരു മുജാഹിദ് മൗലവി അത്രയും ആവേശത്തോടെ പറയൂ എന്നുള്ള കാര്യം സംശയമാണ്. അദ്ദേഹം പറഞ്ഞു, ലോകത്തുള്ള മലക്കുകൾ 5 കോടി മലക്കുകൾ, ലോകത്തുള്ള ആ ലക്ഷോപലക്ഷം ഔലിയാക്കളെല്ലാം 5 കോടി ഔലിയാക്കൾ വന്നാലും അല്ല ഒരു കാര്യം തരാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ തരാൻ കഴിയൂല എന്ന് വരെ പരസ്യമായി SSFന്റെ സ്റ്റേജിൽ നിന്ന് അദ്ദേഹം പ്രസംഗിച്ചു കഴിഞ്ഞു. ഇത് പറയുമ്പോൾ മൂപ്പർക്ക് എപ്പോഴും ഒരു കുത്തലുണ്ടാവും. ഞാനിങ്ങനെ പറഞ്ഞാൽ വഹാബിയാണോ എന്ന് ആൾക്കാരെ സംശയിക്കുമെന്ന്. അപ്പോൾ ഉടനെ കയറി നമ്മുടെ 2 ചീത്തയോട് പറയും. ബാലൻസ് വേണ്ടേ? ഇത് പറയുമ്പോൾ ബാലൻസ് വേണ്ടേ? അപ്പൊ ആദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, മൂപ്പര് പച്ച തൗഹീദ് SSFന്റെ സ്റ്റേജിൽ നിന്ന് പറയണത് കേട്ടോ, അതിനുശേഷം മൂപ്പര് ബാലൻസ് ചെയ്യുന്നതും കേട്ടോ, എന്നിട്ട് നമുക്ക് അത് വിശദീകരിക്കാം. എന്നിട്ട് ആ ബദരീങ്ങളെ അല്ലാഹ് സഹായിച്ചു. എന്നിട്ട് റബ്ബ് പറയാണ്, വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, സഹായം അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രമാണ്. സഹായം അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രമാണ്. മലക്കുകൾ ഒരു നിമിത്തമാണ്, നിങ്ങളെ മനസ്സമാധാനത്തിന് ഇറക്കിയതാണ്. മലക്കുകൾ ഒരു കാരണം മാത്രമാണ്. സഹായം അല്ലാഹുവിങ്കിൽ നിന്നാണ്. അതേ 5000 അല്ല, 5 ലക്ഷമല്ല, 5 കോടി മലക്കുകൾ ഉണ്ടെങ്കിലും
അള്ള സഹായിക്കുന്നില്ലെങ്കിൽ ഒരാൾക്കും സഹായം കിട്ടൂല. ഇതുപോലെ 5 കോടി ഔലിയാക്കൾ ഉണ്ടായാലും 5 കോടി അതേ ഔലിയാക്കൾ ഉണ്ടായാലും 5 കോടി തങ്ങന്മാരുണ്ടായാലും 5 കോടി ഔലിയാക്കൾ ഉണ്ടായാലും ഇനി ആരുണ്ടായാലും അള്ള സഹായിക്കാതെ ഒരു സഹായവും കിട്ടൂല. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, സഹായം അല്ലാഹുവിങ്കിൽ നിന്ന് തന്നെയാണ്. പക്ഷേ അല്ലാഹു സഹായത്തിന്റെ നിമിത്തമായി വെച്ച അമ്പിയാക്കളെയും മലക്കുകളെയും ഔലിയാക്കളെയും സാലിഹീങ്ങളെയും അവര് നിമിത്തമല്ല എന്ന് പറയുന്നത് വങ്കത്തമാണ്. അത് അതാ കടുത്ത വിവരക്കേടാണ്. അതുകൊണ്ടല്ലേ ഖുർആൻ തന്നെ പറഞ്ഞത് നോക്കൂ, നബി തങ്ങളോട് പറയാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഉറപ്പിച്ചു കൊള്ളണം. എന്നാൽ അസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള പുരുഷന്മാരെ ദോഷം പൊറുക്കാൻ, ഈമാനുള്ള സ്ത്രീകളെ ദോഷം പൊറുക്കാൻ തങ്ങൾ എന്നോട് റെക്കമെൻഡ് ചെയ്യണം നബിയെ, തങ്ങൾ എന്നോട് പറയണം നബിയെ. മുഅ്മിനീങ്ങളെ ദോഷം പുറത്തു കൊടുക്കാൻ തങ്ങൾ എന്നോട് പറയണം. അതുപോലെ നബി തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട തങ്ങന്മാര് വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ തെറ്റ് പൊറുക്കാനും തങ്ങൾ എന്നോട് പറയണം നബിയെ. അത് ആയത്തിന്റെ ഒരു തഫ്സീറാണ്. ഇരിക്കട്ടെ, ഈമാനുള്ളവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കാൻ റെക്കമെൻഡ് ചെയ്യാൻ റസൂലുള്ളാഹിനോട് അല്ല പറയാണ്. ഇനിയോ സുഹൃത്തുക്കളെ, ഖുർആനിൽ അല്ല പറയുന്നു, സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞൊരു സ്ഥലത്ത് വസ്തഗ്ഫിർ ലഹുന്നല്ലാഹ്, ആ സ്ത്രീകളെ ദോഷം പൊറുക്കാൻ തങ്ങൾ എന്നോട് പറയണം നബിയെ. വേറൊരു സ്ഥലത്ത് അല്ല പറഞ്ഞു വസ്തഗ്ഫിർ ലഹും, അവരെ ദോഷം പൊറുക്കാൻ തങ്ങൾ എന്നോട് പറയണം നബിയെ. ഇനി നിങ്ങൾ നോക്ക്, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കള് യാക്കൂബ് നബിയോട് പറഞ്ഞു യാ അബാന അസ്തഗ്ഫിർ ലനാ, ഞങ്ങളെ ദോഷം പൊറുക്കാൻ ബാപ്പാ നിങ്ങളൊന്ന് അല്ലാഹുവിനോട് പറയണേ. റെക്കമെൻഡ് തേടുന്നത് കണ്ടോ നിങ്ങൾ? ഖുർആനിൽ 20ഓളം ആയത്തുകളിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ആയത്തൊക്കെ മൂടി വെച്ചിട്ട് അമ്പിയാക്കളെ വിളിച്ചാൽ അത് ശിർക്കാണ്, ഔലിയാക്കളെ വിളിച്ചാൽ അത് ശിർക്കാണ് എന്ന് പറഞ്ഞിട്ട് സർവ്വ മുസ്ലിമീങ്ങളെയും മുഖ്യധാരാ മുസ്ലിമീങ്ങളെ മുഴുവനും മുശ്രിക്കാണെന്ന് പ്രഖ്യാപിച്ച് ഖവാരിജികളുടെ വിശ്വാസത്തിലേക്ക്, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ തലവെട്ടിക്കൊന്നു കളഞ്ഞ ഖവാരിജിന്റെ വിശ്വാസത്തിലേക്ക് മുജാഹിദുണ്ടല്ലോ, ജമാഅത്തെ ഇസ്ലാമി ഉണ്ടല്ലോ, അവർ അല്ലാഹുവിന്റെ ഖുർആൻ അംഗീകരിക്കുന്നില്ല. ഖുർആൻ അംഗീകരിക്കാതെ മനുഷ്യൻ ഉണ്ടോ? ഖുർആൻ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ ഓതി 20 അല്ല 22 ആയത്ത് ഓതിയാൽ 22 ആയത്ത് ഞങ്ങൾ അംഗീകരിക്കും. ഇനി ഞങ്ങളുടെ വാക്കൊരു 20 ഹദീസ് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞുതരും. ഈ ആശയത്തിൽ, ഈ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഓതിയ 20 ആയത്ത് അങ്ങനെ തന്നെ കബൂലാക്കുന്നു. മാത്രമല്ല, ഞങ്ങളൊരു 20 ഹദീസ് ഞങ്ങളുടെ വാക്ക് സ്വഹീഹായത് അങ്ങോട്ടും തരും. ഇതാണ് ആശയമെങ്കിൽ, കാരണം വളരെ കൃത്യമായി അദ്ദേഹം അവതരിപ്പിച്ചു പോവുകയാണ്. എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നു, ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല, അവൻ സഹായിക്കാതെ വേറൊരാളും സഹായിക്കാനില്ല. മലക്കുകൾ ഇങ്ങനെ ഇറങ്ങും, അള്ളാഹു ഇറക്കും. ബദറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഇറക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ആ മലക്കുകൾ അവിടെ ഇറങ്ങിയത്? ഖുർആൻ വളരെ കൃത്യമായി ഇത് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനോട് പ്രാർത്ഥിച്ചതല്ല, തേടിയതല്ല. വഹയുമായി ജിബ്രീൽ വരാറുണ്ടല്ലോ. അതുകൊണ്ട് ജിബ്രീലെ, ഇനി വരുമ്പോൾ 1000 മലക്കുകളെ കൂടി കൊണ്ടുവന്നേക്കെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനോട് തേടിയതല്ല. അങ്ങനെ തേടിയാൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉത്തരം ചെയ്യുകയുമില്ല. കാരണം മലക്കുകളുടെ പ്രത്യേകത അള്ളാഹു കൽപ്പിച്ചത് അങ്ങനെ തന്നെ നടപ്പാക്കുകയല്ലാതെ അതിനപ്പുറം ചെയ്യാൻ കഴിവില്ലാത്തവരാണ് മലായിക്കത്തുകൾ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗാഥ ചെയ്തപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം തന്നു. നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം തന്നു. കാരണം മലക്ക് വിചാരിച്ചാൽ നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മലക്കുകളോട് തേടിയിട്ട് കാര്യമില്ല. നേരെ മറിച്ച് നിങ്ങൾ റബ്ബിനോട് സഹായം തേടിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഉത്തരം തന്നു. അതാണ് വിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറയുന്നത്. അപ്പോൾ 5 കോടി മലക്കുകൾ ഒന്നിച്ച് വിചാരിച്ചാലും നിങ്ങളെ സഹായിക്കാൻ അവർക്ക് കഴിയില്ല. 5 കോടി ഔലിയാക്കൾ ഒന്നിച്ച് വിചാരിച്ചാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഔലിയാക്കൾക്ക് കഴിയില്ല.
ഇങ്ങനല്ലല്ലോ പണ്ട് പറഞ്ഞ്, അങ്ങനെ പറഞ്ഞ് മുമ്പ് ഇങ്ങനെയാണോ പറഞ്ഞത്? വലിയോരു ഖാദിമ്മ ഉത്തായ സങ്കേടം അവരെ സബജത്ത് വന്ന് പറഞ്ഞാരേ, എന്റെ ഖാദിമിന്റെ റൂഹന്നിൽ തരേണം എന്ന് മാലക്കുൽ മാവുത്തോട് വിണ്ടോവർ. പഴയ ശൈഖ് അങ്ങനെയല്ലോ. പഴയ ശൈഖിച്ചിട്ട് ഒരു മൂരാജ് ശൈഖായിരുന്നല്ലോ മുമ്പത്തെ ശൈഖ് അല്ലേ? ഖാദിമിന്റെ റൂഹ് തരണം എന്ന് വാശി പിടിച്ച ശൈഖ്, അതിനുവേണ്ടി മലക്കുൽ മൗത്തിന്റെ അടുക്കലേക്ക് പാറിയ ശൈഖ്, അവിടെ ചെന്നിട്ട് എന്റെ മുരീദിന്റെ റൂഹിന്റെ താടാന്ന് പറഞ്ഞപ്പോ പാവപ്പെട്ട മലക്കുൽ മൗത്ത് അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞത്, ഖനിയോന്റെ അരുളാൽ പൂടിത്തേതെങ്ങനെ തരും ഞാനെന്ന് മാലക്ക് നാവിണ്ടോവർ. ഇത് കളിക്കുന്ന കളിയല്ല, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ ഓർഡർ കൊണ്ടിട്ട് ഞാൻ പിടിച്ച റൂഹുകളാണ്, അതുകൊണ്ട് ഇത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അത് കേട്ട് അവർ ഉടൻ കയ്യിൽ പിടിത്തുള്ള സംബീലൈ വേഗം പീഡിച്ച് പറിച്ചോവർ. സംബീല കൊട്ടയൊക്കെ വാങ്ങി അടിച്ചങ്ങോട്ട് തകർത്തിട്ട് അന്നാളിൽ വാങ്ങിയ റൂഹുകളൊക്കെയും ഉണ്ടെന്ത് കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ. ഒരു റൂഹിന് വേണ്ടിയിട്ട് അന്ന് പിടിച്ച മുഴുവൻ റൂഹിനെയും കൊട്ട തട്ടി തെറിപ്പിച്ച് എല്ലാവരും അവിടെ പാറ്റി പറപ്പിച്ച് വിട്ടുപോകും. ചില മനുഷ്യന്മാര് മയ്യത്തിങ്ങനെ ജനാസയായിട്ട് ഇങ്ങനെ പോവാൻ അപ്പഴ റൂഹ് കിട്ടണേ, അടപ്പും പൊക്കി കയറിയിരിക്കുകയാണ് മുകളില് മയ്യത്ത്. ചില ആളുകളോ മൂക്കിൽ പഞ്ഞു വെച്ചിങ്ങനെ കിടക്കാണ്, അപ്പഴാ റൂഹ് കിട്ടിയ, ചാടി എഴുന്നേറ്റിരുന്നു. ചില സാധുക്കളെ തൽക്കീറൊതിക്കൊണ്ടിരിക്കുമ്പോഴാണ് റൂഹ് കിട്ടിയത്. ഓന്റെ അവസ്ഥയെ നമുക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഒരു എന്തിനും ഇടപെട്ട് സംസാരിക്കുന്ന ശൈഖന്മാരെ കുറിച്ചായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. ഇപ്പൊ അങ്ങനൊന്നുമില്ല. ഇപ്പൊ പറയുന്നത് അതേ 6 ലക്ഷമല്ല 6 കോടി ഔലിയാക്കൾ വിചാരിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ സഹായിക്കാതെ ഒരു സഹായവും നിങ്ങൾക്ക് ലഭിക്കില്ല കേട്ടോ. പിന്നെ മൂപ്പരുടൻ തന്നെ ബാലൻസ് ചെയ്യാൻ നിമിത്തം നമ്മൾ ഓതിപ്പ ഇന്നമാ വലിയക്കുമുള്ള ആയത്തോതും, ഇന്നമാ വലിയക്കുമുള്ള ആയത്തോതും ഇല്ല. കാത്തിരിക്കടുപ്പ് ആയത്തോരും അല്ല. ആയത്ത് എന്താണ്? فاعلم أنه لا إله إلا الله واستغفر لذنبك وللمؤمنين والمؤمنات والله يعلم متقلبكم ومثواكم. അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുഹമ്മദിൽ മുഹമ്മദുർ റസൂലുള്ളാഹിയോട് പറഞ്ഞ വാചകം എന്താണ്? ഫഅലം അറിയ നബിയേ, അന്നഹു നിശ്ചയമായും കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹയല്ലാതെ ആരാധ്യനില്ല, വസ്തഗ്ഫിർ ലിദംബിക നബിയെ നിങ്ങൾക്ക് പാപങ്ങൾ ദമ്പുകൾ സംഭവിക്കാതിരിക്കാൻ അല്ലാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണേ. വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണേ. ഇതാണ് നിമിത്തത്തിനായി തോന്നുന്നത്. ഈ രൂപത്തിൽ അദ്ദേഹം വിശദീകരിച്ചു പോകുന്നു, ഈ രൂപത്തിൽ അദ്ദേഹം പറഞ്ഞു പോകുന്നു. എങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ 20 അല്ല 20, 22, 30, 40, 200 ആയത്തോതിയാൽ അതിലൊരായത്ത് പോലും മുജാഹിദുകൾ തള്ളിക്കളയാൻ ഒരുക്കമല്ല. ആ ആയത്തുകൾ ഓതുന്നവരും അത് പാരായണം ചെയ്യുന്നവരും അത് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ആ ആദർശം ജനങ്ങളോട് പറയുന്നവരുമാണ് സലഫികൾ. മനസ്സിലാക്കണം. എന്നാൽ ഇവിടെ നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഇസ്തിഗാഥയുണ്ട്. ആ ഇസ്തിഗാഥ എന്ന് പറഞ്ഞാൽ അത് പച്ച ശിർക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കൃത്യമായി പഠിപ്പിച്ച ആദർശത്തിനെതിരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൈമാറിയ അവന്റെ പ്രവാചകന്മാരിലൂടെ കൈമാറിയ അടിസ്ഥാനപരമായ ആശയമുണ്ടല്ലോ, ആ ആശയത്തിനെതിരാണ്. ആ ആശയത്തിനെതിരാണ് എന്ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മുജാഹിദുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കയ്യിൽ നിന്ന് പറഞ്ഞതല്ല. യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈലി വസഖറ അശംസ വൽ ഖമർ കുല്ലു യജ്രി ലിഅജലിൻ മുസമ്മാ ദാലികുമുല്ലാഹു റബ്ബുകും ലഹുൽ മുൽക് വല്ലദീന തദ്ഉന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖുത്മീർ. യൂലിജുൽ ലൈല ഫിന്നഹാർ, തൗഹീദ് എത്ര മഹത്തരമാണ്, തൗഹീദ് എത്ര സുന്ദരമാണ്. യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ, രാവിനെ പകലിലേക്കും പകലിനെ രാവിലേക്കും പ്രവേശിപ്പിക്കുന്നവനാണ് അല്ലാഹു. രാപ്പകലുകളെ മാറി മാറി വരുന്ന രൂപത്തിൽ സംവിധാനിച്ചവനാണ് അല്ലാഹു. മാത്രമല്ല വസഖറ ശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തി തന്നവനാണ് അല്ലാഹു.
കുല്ലു യജ്രി ഇലാ അജലിൻ മുസമ്മാ. പ്രവിശാലമായി ഈ പ്രപഞ്ചത്തിലെ സർവ്വ സംവിധാനങ്ങളിലേക്കും നിങ്ങളൊന്ന് നോക്കിയാൽ കാണാൻ കഴിയും, എല്ലാം അതിനുവേണ്ടി നിശ്ചയിച്ച അജലിലേക്ക് കൃത്യമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ സർവ്വതിനെയും അഥവാ സൂര്യനെയും ചന്ദ്രനെയും രാപ്പകലുകളെയും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണ് ദാലികുമുല്ലാഹു റബ്ബുക്കും, നിങ്ങളുടെ റബ്ബായ അല്ലാഹു അവനാണ്. ലഹുൽ മുൽക്ക്, അവനാണ് സർവ ആധിപത്യങ്ങളും, അവനാണ് സർവ മുൽക്കിയത്തും. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിക്കുന്നത് ആരാണെങ്കിലും, നിങ്ങൾ തേടുന്നവരാരാണെങ്കിലും, അല്ലാഹുവിന് പുറമെ നിങ്ങൾ മധ്യവർത്തികൾ എന്ന നിലക്കും അല്ലാത്ത നിലക്കും പ്രാർത്ഥിക്കുന്നവരാരാണെങ്കിലും, ഏത് ശക്തിയാണെങ്കിലും, നിങ്ങൾ കഴിക്കുന്ന ഈത്തപ്പഴത്തിന്റെ കുരുവെടുത്തു നോക്കുമ്പോ ആ കുരുവിനെ പൊതിഞ്ഞൊരു പാടയുണ്ടല്ലോ, ആ പാട പോലും അവരാരും അധീനമാക്കിയിട്ടില്ല. നിങ്ങൾ വിളിക്കുന്നവരാരാണെങ്കിലും, ശൈഖാണെങ്കിലും, തങ്ങളാണെങ്കിലും, ബീവിയാണെങ്കിലും, ബാബയാണെങ്കിലും, ജാറമാണെങ്കിലും, ദർഗയാണെങ്കിലും, അമ്പിയാക്കളാണെങ്കിലും, ഔലിയാക്കളാണെങ്കിലും, ജിന്നാണെങ്കിലും, മലക്കാണെങ്കിലും, ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും അവർ അധീനമാക്കിയിട്ടില്ല, അതിന്റെ പോലും മുൽക്കിയത്ത് അവർക്കില്ല. നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ലെന്ന് മാത്രമല്ല, വലൗ സമിഉ, ഇനി അതേ ഗണ്ണന മണ്ഡനം നടത്തി കേൾക്കുമെന്ന് നിങ്ങൾ സമർത്ഥിച്ചാൽ തന്നെ, കാരുടെ ശബ്ദം കേൾക്കുന്നില്ലേ, ഖബറിൽ ചോദ്യോത്തരമില്ലേ, അവരോട് സലാം പറയുന്നില്ലേ, ഖലീബിൽ ഇതാ മരിച്ചവരോട് നബി സംസാരിച്ചില്ലേ, ഇങ്ങനെയൊക്കെ ചോദിച്ച് ഖണ്ഡനം നടത്തി വാദപ്രതിവാദം നടത്തി വലൗ സമിഉ, കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെയും. ആ ആയത്ത് വിശദീകരിച്ചപ്പോ മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് ഇത്ര കൂടി പറഞ്ഞു, ഒരു കല്ലിന് അല്ലാഹു ജീവൻ കൊടുത്താൽ, ഒരു മരത്തിന് അല്ലാഹു ജീവൻ കൊടുത്താൽ നിങ്ങളുടെ തേട്ടം അതിന് കേൾക്കാൻ കഴിയും. ഇനി അങ്ങനെ വന്നാൽ തന്നെയും വെറുതെ കേൾപ്പിക്കാൻ വേണ്ടിയല്ലല്ലോ നിങ്ങൾ അവരെ വിളിച്ചത്, വെറുതെ കേൾപ്പിക്കാൻ വിളിച്ചതല്ലല്ലോ, ഉത്തരം കിട്ടാനല്ലേ നിങ്ങൾ അവരോട് തേടിയത്. അതുകൊണ്ട് അവർ കേട്ടാൽ തന്നെയും മസ്തജാബൂലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം തരുന്നതല്ല എന്ന് മാത്രമല്ല, വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും, നാളെ ആഖിറത്തിൽ വരുമ്പോ, റബ്ബുൽ ആലമീന്റെ മുന്നിൽ വരുമ്പോ, മാലിക് യൗമുദ്ദീൻ നടപടി ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സമ്പത്തോ സന്താനമോ ഉപകരിക്കാത്ത ദിനത്തിൽ റബ്ബിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമ്പോ, നിങ്ങൾ വിളിച്ചു തേടിയ സർവ്വ ആളുകളും, അവർ കല്ലാകട്ടെ, മരമാകട്ടെ, ജിന്നാകട്ടെ, മലക്കാകട്ടെ, അമ്പിയാക്കളാകട്ടെ, ഈസാ നബിയാകട്ടെ, ഇബ്രാഹിം നബിയാകട്ടെ, മറിയം ദേവിയാകട്ടെ, ആരാകട്ടെ, യക്ഫുറൂന ബിശിർകിക്കും, നിങ്ങൾ ചെയ്ത ആ ഇസ്തിഗാഥയാകുന്ന പ്രാർത്ഥനയാകുന്ന ആ ശിർക്കിനെ അവിടെ വെച്ചുകൊണ്ട് അവർ നിഷേധിക്കുക തന്നെ ചെയ്യും. വലാ യുനബ്ബിഉക മിത്ലു ഖബീർ, സൂക്ഷ്മജ്ഞാനിയായ അല്ലാഹുവിനെ പോലെ ഇക്കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേറെ ആരുമില്ല കേട്ടോ. പേരോട് ഇങ്ങനെ പ്രസംഗിക്കാൻ പൂതി ഉണ്ടാവും, അതിന് 100ക്ക് 100 വഹാബിയാകണം, അല്ലെ പകുതി ഓതിയിട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരും, പകുതി ഓതിയിട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരും. ഇത് ഞാൻ വെറുതെ പറയല്ല, ഈ സാധു അദ്ദേഹം അനുഭവിക്കുന്ന മാനസിക സംഘർഷം, ഞാനിങ്ങനെ ഓരോ പ്രസംഗം കേൾക്കുമ്പോൾ ഇദ്ദേഹം അനുഭവിക്കുന്ന മാനസിക സംഘർഷം, ഒരായത്ത് റാഹത്തായി ഓതിയിട്ട് അങ്ങോട്ട് പറയാന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ കലാമായി വിശദീകരിക്കുക പറഞ്ഞാൽ വലിയൊരു സൗഭാഗ്യമാണ്. സലഫികളായ ഞങ്ങൾക്ക്, വഹാബികളായ ഞങ്ങൾക്ക്, മുജാഹിദുകളായ ഞങ്ങൾക്ക് ഉള്ള സവിശേഷത, ഉള്ള സമാധാനം ഇങ്ങനെ കൃത്യമായി പറയാൻ കഴിയുന്നു എന്നുള്ളതാ. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ഈ SSFകാരെ നന്നാക്കാൻ ഇറങ്ങിയ, അവരെയൊക്കെ വഹാബിയാക്കാൻ ഇറങ്ങിയ ഈ പേരോട് ഒരു ആയത്ത് അങ്ങോട്ട് ഓതി, ഒരു 3-3.5 മിനിറ്റ് നിങ്ങൾ സമാധാനത്തോടെ ഒന്ന് കേൾക്കണം. നമ്മുടെ റാഹത്തും ഇത് ഈ മുക്കാൽ വഹാബിയായ ആളുടെ അവസ്ഥയും ഒന്ന് ആലോചിച്ച് നോക്കാൻ വേണ്ടിയാണ്. മുക്കാൽ വഹാബിയായ ആളും പൂർണ്ണ വഹാബിയായ നമ്മളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് മനസ്സിലാക്കാൻ ഉപകരിക്കും ആ പ്രസംഗം. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. എല്ലാം നിയന്ത്രിക്കുന്നവൻ, സ്റ്റേജ് നിയന്ത്രിക്കുന്ന അധ്യക്ഷനുണ്ട്, അതേ പരിപാടി നിയന്ത്രിക്കുന്ന കോർഡിനേറ്റർ ഉണ്ട്, വണ്ടി ഓടിക്കുന്ന ഡ്രൈവറുണ്ട്, അതേ പ്ലെയിൻ നിയന്ത്രിക്കുന്ന പൈലറ്റ് ഉണ്ട്, അതുപോലെ പലതും നിയന്ത്രിക്കുന്ന പലരുമുണ്ട്.
പക്ഷേ റബ്ബ് തന്നെ പറഞ്ഞില്ലേ, ഖുൽ മൻ യർസുഖുകും മിനസ്സമാഇ വൽ അർദ്, ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ആരാണ് ഭക്ഷണം തരുന്നതെന്ന് ചോദിക്കൂ നബിയേ. അമ്മൻ യംലികു സമഅ വൽ അബ്സാർ, ആരാണ് കേൾവിയെ ഉടമയാക്കിയവൻ, ആരാണ് കാഴ്ചകളെ ഉടമയാക്കിയവൻ, ആരാണ് കാഴ്ച കൊടുക്കുന്നവൻ? കണ്ണുണ്ടായിട്ട് കാണാത്ത എത്ര ആളുകളുണ്ട്, കാതുണ്ടായിട്ട് കേൾക്കാത്ത എത്ര ആളുകളുണ്ട്. വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി, ജീവനുള്ള കോഴിയിൽ നിന്ന് ജീവനില്ലാത്ത മുട്ടയെ പുറത്തു കൊണ്ടുവരുന്നവൻ ആരാണ്? ജീവനില്ലാത്ത മുട്ടയിൽ നിന്ന് ജീവനുള്ള കോഴിക്കുട്ടിയെ പുറത്തു കൊണ്ടുവരുന്നവൻ ആരാണ്? അതുപോലെ അതാ നിർജീവമായ മനസ്സുള്ള അബൂജഹൽ, ആ അബൂജഹലിന്റെ അതേ പുത്രനായ ഇക്രിമത്ത് ബിനു അബീ ജഹലിന് ഈമാൻ കൊണ്ട് മനസ്സ് സജീവമായല്ലോ. അങ്ങനെ കുഫറിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന അബൂജഹലിന് കുഫറില്ലാത്ത ഈമാനുള്ള മകനെ കൊടുക്കുന്നവൻ ആരാണ്? അതേ സമയത്ത് അതേ അച്ഛൻ അല്ലെങ്കിൽ ബാപ്പ നല്ല മോമിനായിരുന്നു, പക്ഷേ മകൻ യുക്തിവാദിയായി പോയി, നിരീശ്വരവാദിയായി പോയി, മതവിരോധിയായി പോയി. ബാപ്പ നല്ല ഉറച്ച സുന്നിയായിരുന്നു, മകൻ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയായി. ബാപ്പ നരകത്തിലാണ്, ബാപ്പ മുശ്രിക്കാണ്, അബൂജഹലിനെ പോലെയാണെന്ന് പ്രഖ്യാപിക്കുന്നവനായി പോയി. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? അല്ലാഹു ചോദിക്കുന്നു, അതേ നിർജീവമായതിൽ നിന്ന് സജീവമായതിനെ പുറത്തു കൊണ്ടുവരുന്നവൻ ആരാണ്? സജീവമായതിൽ നിന്ന് നിർജീവമായതിനെ പുറത്തു കൊണ്ടുവരുന്നവൻ ആരാണ്? സർവ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ ആരാണ്? അതേ നമ്മൾ സാധാരണ പറയും പ്ലെയിന് നിയന്ത്രിക്കുന്നത് പൈലറ്റാണെന്ന് പറയും, ആ സ്ഥാപനം നിയന്ത്രിക്കുന്നത് പ്രിൻസിപ്പാളാണെന്ന് പറയും, ആ സ്ഥാപനം നിയന്ത്രിക്കുന്നത് മാനേജറാണെന്ന് പറയും. അതുപോലെ ചില രാജ്യങ്ങളെ സംബന്ധിച്ചും സ്റ്റേറ്റുകളെ സംബന്ധിച്ചും പഞ്ചായത്തിനെ സംബന്ധിച്ചുമൊക്കെ അവിടെ എല്ലാം നിയന്ത്രിക്കുന്നത് ഇന്ന ആളാണെന്ന് പറയും, ആ പാർട്ടി നിയന്ത്രിക്കുന്നത് ഇന്ന ലീഡറാണെന്ന് പറയും. അതെല്ലാം മുസ്ലിമായ മനുഷ്യൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പടച്ചവന്റെ നിയന്ത്രണത്തിന് വിധേയമായി നിമിത്തമായി പ്രവർത്തിക്കുന്നു എന്നാണ്. ഏതുപോലെ? അതേ വസൂരി നിയന്ത്രിച്ച മരുന്നുണ്ട്, കോളറ നിയന്ത്രിക്കുന്ന മരുന്നുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ മരുന്നാണ് നിയന്ത്രിച്ചതെന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ആ മരുന്നൊരു നിമിത്തമാണെന്നാണ് അതിൻ്റെ അർത്ഥം. ആ മരുന്ന് നിമിത്തമാണ്. അതുപോലെ പൈലറ്റാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ എങ്ങനെ മംഗലാപുരത്ത് പ്ലെയിൻ അപകടമുണ്ടായി, എങ്ങനെ കോഴിക്കോട്ട് പ്ലെയിൻ അപകടമുണ്ടായി? അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടായതാണോ? അതേ ഡ്രൈവറാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ എങ്ങനെ ആക്സിഡന്റ് ഉണ്ടായി? അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടായതാണോ? ആകയാൽ അതെല്ലാം ഒരു ബാഹ്യമായ ഒരു നിയന്ത്രണം മാത്രമാണ്. യഥാർത്ഥത്തിൽ സർവ്വലോകത്തെയും സർവ്വലോകത്തുള്ളതിനെയും, അതിൽ മലക്കുകൾ പെട്ടു, അമ്പിയാക്കൾ പെട്ടു, ഔലിയാക്കൾ പെട്ടു, സജ്ജനങ്ങൾ പെട്ടു, ദുർജനങ്ങൾ പെട്ടു, ഏത് സൃഷ്ടിയാണെങ്കിലും ശരി, ചെറിയ ഉറുമ്പുകൾ മുതൽ ആനകൾ വരെ, സസ്യങ്ങൾ മുതൽ മത്സ്യങ്ങൾ വരെ സർവ്വലോകത്തെയും നിയന്ത്രിക്കുന്നവനാരാണ്? അതാണല്ലോ സർവകാര്യങ്ങളും നിയന്ത്രിക്കുന്നവനാരാണ് എന്ന് ചോദിക്കൂ നബിയേ. എന്തിനാണിത് ചോദിക്കുന്നത്? നബി തങ്ങൾക്ക് സംവാദം പഠിപ്പിക്കുകയാണ് പടച്ച റബ്ബ്. എങ്ങനെയാണ് ആശയപരമായ സംവാദം നടത്തേണ്ടത് എന്നത് പഠിപ്പിക്കുകയാണ് റബ്ബ്. അതേ ആരോടാണ് സംവാദം? അബൂജഹലിനോടാണ് സംവാദം, അബൂലഹബിനോടാണ് സംവാദം. എന്താണ് ആശയപരമായി നബിതങ്ങളും അബൂജഹലും തമ്മിലുള്ള അഭിപ്രായാന്തരം എന്താണ്? അത് പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിൽ തന്നെ പറഞ്ഞില്ലേ? വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലഅല്ലഹും യുൻസറൂൻ. വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ, അബൂജഹലും കക്ഷികളും പടച്ചവനെ കൂടാതെ കുറെ ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിച്ചു. പടച്ചവനെ കൂടാതെ കുറെ ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിച്ചു. എന്തിനാണ് അവരങ്ങനെ വിശ്വസിച്ചത്? ലഅല്ലഹും യുൻസറൂൻ, ആ ദൈവങ്ങളിൽ നിന്ന് സഹായം കിട്ടുമെന്ന് അവർ പ്രതീക്ഷിച്ചു. അങ്ങനെ പടച്ചവരല്ലാത്ത ദൈവങ്ങളുണ്ടെന്നും ആ ദൈവത്തിൽ നിന്ന് സഹായം കിട്ടുമെന്നും ആ മുശ്രിക്കുകൾ വിശ്വസിച്ചു. സുബ്ഹാനല്ലാഹ്, പടച്ചവൻ ഉദ്ദേശിക്കാതെ ഇവിടെ ഒരു ചെറിയ ഉറുമ്പനങ്ങുമോ?
ആർക്കെങ്കിലും വല്ലതും ചെയ്യാൻ കഴിയുമോ? ഇല്ല. എവിടെ മൂസ്ലിയാരെ ബാക്കി? സംവാദം പഠിപ്പിച്ചിട്ട് ബാക്കി എവിടെ? സംഗതി ഓടി വന്ന് കുടുങ്ങിയതാ. ചിന്തിച്ചു നോക്ക്. ഇതാണ് മുക്കാൽ വഹാബിയായാലുള്ള പ്രശ്നം. എന്നാൽ പൂർണ്ണമായി 100% വഹാബിയായാൽ ഞങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരാൻ കഴിയും. കുൽ മയ്യർസുഖുകും മിനസ്സമാഇ വൽ അർളി, ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾ കന്നം തരുന്നവരാര് എന്ന് ചോദിക്കു നബിയേ. ആരോട്? അബൂജഹലിനോട് ചോദിക്കു നബിയേ. ഉത്ബത്തിനോട് ശൈബത്തിനോട് ചോദിക്കു നബിയേ. അമ്മൻ യംലിക്കു സ്സമഅ വൽ അബ്സ്വാറ, കാഴ്ചയെയും കേൾവിയെയും അധീനമാക്കിയവൻ ആരാണെന്ന് ചോദിക്കു നബിയേ. ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും. ഒരു കോഴിമുട്ടൊക്കെ ജീവനില്ല എന്നാ പറയണത്. ആണോ എന്നുള്ളത് അന്വേഷിച്ചിട്ട് വന്നാൽ മതി. ആയത്തിന് അർത്ഥം പറയുമ്പോൾ ജീവനില്ലാത്ത കോഴിമുട്ടയിൽ നിന്ന് ജീവനുള്ള കോഴിയെ ഉണ്ടാക്കി, ജീവനിൽ നിന്ന് കോഴിയിൽ നിന്ന് ജീവനില്ലാത്ത കോഴിമുട്ട ഉണ്ടാക്കി എന്നൊക്കെ ഒരു ആള് പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഖുർആൻ കോഴിയെയും കോഴിമുട്ടയൊന്നും പറഞ്ഞിട്ടില്ല. ഖുർആൻ പറഞ്ഞത് വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും പുറത്തു കൊണ്ടുവരുന്നവൻ ആരാണ്? വമൻ യുദബ്ബിറുൽ അംറ, സർവ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ ആരാണെന്ന് അബൂജഹലുമായി വാദപ്രതിവാദം നടത്തുമ്പോ നിങ്ങൾ ചോദിക്കു നബിയേ. പിന്നെ മുമ്പ് യാസീനിൽ അല്ലാഹു അബൂജഹലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് പോകാൻ വരട്ടെ, ഇത് നിർത്ത്, ഇത് ഓത്, ബാക്കി അങ്ങോട്ട് ഓത്, ബാക്കി അങ്ങോട്ട് ഓത് മുസ്ലിയാരെ. ഇല്ല, യാസീനിൽ അതേ അബൂജഹലിനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അവർ അല്ലാഹുവിന് പുറമെ ഞങ്ങളെ സഹായിക്കുമെന്ന നിലക്ക് ഇലാഹുകളെ സ്വീകരിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി ബാക്കി അള്ളാഹുവിന് പുറമെ ഇത്തരം ഇലാഹുകളെ സ്വീകരിച്ച ആളുകളായ അബൂജഹലിനോട് ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ പുറത്തു കൊണ്ടുവരുന്നവൻ ആരാണെന്ന് ചോദിച്ചാൽ, മുഹമ്മദ് നബിക്ക് അല്ലാഹു സംവാദം പഠിപ്പിച്ചു കൊടുത്ത് ചോദ്യം ചോദിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുത്ത് അബൂജഹലുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംവാദം നടത്തി. ഈ ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പക്കാ മുശ്രിക്കായ, മക്കയിലെ മുശ്രിക്കായ കൊടിയ കുഫ്രിൽ അകപ്പെട്ടു പോയ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ഉമ്മത്തിലെ ഫറോവ എന്ന് പരിചയപ്പെടുത്തപ്പെട്ട അബൂജഹലിനോടാണ് ആ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ പോലും ഫസയഖൂലൂന അല്ലാഹ് അഫലാ തത്തഖൂൻ. മുക്കാൽ വഹാബിയായ പേരോട് അവിടെ എത്തിയപ്പോൾ ബ്രേക്ക് ചെയ്തു. കരഞ്ഞ് ബാക്കി ഓതിയതിന് പൂർണ്ണ വഹാബിയായ ആയാലേ പറ്റുള്ളൂ, 100 വഹാബിയായാലേ പറ്റുള്ളൂ. കാരണം അബൂജഹൽ പറയാണ് സയഖൂലൂന അല്ലാഹ്, കാര്യം നിയന്ത്രിക്കുന്നത് അല്ലാഹയാണ്. ആകാശത്ത് നിന്ന് ഭൂമിയിൽ നിന്ന് അതേ അന്നം തരുന്നവൻ അല്ലാഹയാണ്. ജീവനിൽ നിന്ന് ജീവനില്ലാത്തതിനെ പുറത്തു കൊണ്ടുവരുന്നവൻ അല്ലാഹയാണ്. ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നവൻ അവൻ അല്ലാഹയാണ്. സർവ്വതിനെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹയാണ്. അല്ലാഹ് 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 എന്നിവരെ റാത്തീബിൽ ചെല്ലുന്നത് പോലെ സാക്ഷാൽ അബൂജഹൽ അല്ലാഹ് 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 എന്ന് മറുപടി പറയുക തന്നെ ചെയ്യും. ഇത് ഖുർആൻ ആയത്തിലുള്ളതാണ്. അത് കൃത്യമായി വെളിയിൽ വരുമെന്ന് ഈ മനുഷ്യന് മനസ്സിലായപ്പോ വീണ്ടും നിമിത്തമിട്ട് അറേഞ്ച് ചെയ്യുകയാണ്, അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. എത്ര കാലം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും സഹോദരങ്ങളെ? എന്നാൽ ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയും കാലം നിങ്ങൾ ഓതിപ്പഠിപ്പിച്ച, വിശ്വാസം പഠിപ്പിച്ച ഒരു ജനതയുണ്ട്, നിങ്ങളിൽ നിന്ന് ദീൻ പഠിച്ച ഒരു ജനതയുണ്ട്. ഈ പറയുന്ന ഈ നിമിത്തവും അല്ലാത്തതുമൊക്കെ പറഞ്ഞു ഇന്നമാ വലിയുക്കുമുള്ള എന്ന ആയത്തോതി, സൂറത്തുൽ നിസായിലെ ആയത്തോതി അതിന് തെറ്റായ വിശദീകരണങ്ങൾ നൽകി നിങ്ങളിൽ നിന്ന് കാര്യങ്ങൾ കേട്ടുപഠിച്ച ആളുകളുണ്ട്. അവർ മനസ്സിലാക്കിയത് അല്ലാഹുവിനെയല്ല, റബ്ബിനെയല്ല, ആകാശഭൂമണ്ഡലങ്ങൾ സൃഷ്ടിച്ച റബ്ബിനെയല്ല. അബൂജഹലിന് തിരിഞ്ഞത്ര പോലും അല്ലാഹുവിനെ സംബന്ധിച്ച് തിരിയാതെ പോയ ഒരു ജനത ഇവിടെ ഉണ്ടായി. ആ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർ സ്വീകരിച്ചത് ഇരുകാലിയായ, രണ്ടുകാലിൽ കോഴിക്കോട്ടങ്ങാടിയിലൂടെ കുപ്പായം പോലുമില്ലാതെ നടന്നു നീങ്ങിയ, അവസാനം തലക്ക് ബോധം നഷ്ടപ്പെട്ട് മാനസിക രോഗത്തിനടിമപ്പെട്ടു പോയ
പോയ ഒരു പാവപ്പെട്ട സാധുവായ ചിത്രമീത്തിലുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യനാണ് സർവ്വതും നിയന്ത്രിക്കുന്നത്, ആ മനുഷ്യനാണ് എല്ലാവിധ സഹായവും തരുന്നത് എന്ന് മാത്രമല്ല ഞങ്ങളെ കാക്കാൻ ആ വ്യക്തിക്കേ കഴിയൂ എന്ന് വിശ്വസിച്ചു. പ്രയാസം സംഭവിച്ച് ബോധം പോലും നഷ്ടപ്പെട്ട് കോഴിക്കോട്ടങ്ങാടിയിലും അതുപോലെ വയനാടൻ കാടുകളിലും ചുറ്റിത്തിരിഞ്ഞ ആ സാധുവായ മനുഷ്യനെ ഞങ്ങളെ കാക്കാൻ കഴിയൂ എന്ന് വിശ്വസിച്ചവർ നിസ്സാരക്കാരല്ല. അതിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരടക്കമുള്ള ആളുകളുണ്ട്. അദ്ദേഹമാണ് പറഞ്ഞത്, എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും CM മടവൂരാണ്. CM മടവൂര് 33 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയിട്ട് ഇപ്പോഴും ഇതാ അബൂബക്കർ മുസ്ലിയാര് പറയുന്നു, എന്നെ നിയന്ത്രിക്കുന്നത് CM മടവൂരാണ്. അതേ മർക്കസിന്, ആ മർക്കസിന്റെ സ്ഥാനം നിർണയിച്ചത് CM മടവൂരാണ്. നോളജ് സിറ്റിയുടെ സ്ഥാനം അത് ഞങ്ങൾക്ക് നിർണയിച്ചു തന്നത് CM മടവൂരാണ്. ഇത് കേട്ടപ്പോൾ അത് കേട്ട് പഠിച്ച ഉമ്മത്ത് എന്താ ചെയ്തത്? അവരിതാ CM മടവൂരിനെ അവലംബമായി കാണുന്നു, ഇഅ്തിമാദ് ചെയ്യുന്നു. ആ CM മടവൂരിനെ അവലംബമായിട്ട് അവർ തേടുകയാണ്. ആരോട്? CM മടവൂരിനോട്. എന്താ തേടിയത്? കാക്കണം ഞങ്ങളെ ശൈഖോരേ, നോക്കണം ഞങ്ങളെ മടവൂരേ, ഉങ്ങളെ തുണയല്ലാതൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവരേ. ഇപ്പൊ മനസ്സിലായോ രാഷ്ട്രീയക്കാരൻ പറഞ്ഞ എന്താണ്? രാഷ്ട്രീയക്കാരൻ പറഞ്ഞ ഇടതേട്ടം എന്താന്ന് ഇപ്പൊ മനസ്സിലായോ? മയ്യിത്ത് നിസ്കരിക്കുന്ന വിഷയമല്ല രാഷ്ട്രീയക്കാരൻ പറഞ്ഞത്. ആ രാഷ്ട്രീയക്കാരൻ മയ്യിത്ത് നിസ്കരിക്കുന്ന ആളാ. മനസ്സിലാക്കണം, ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ മുഴുവൻ മയ്യിത്ത് നിസ്കരിക്കുന്ന ആളാ. ഇവിടെയുള്ള മുഅ്മിനുകൾ മുഴുവനും പ്രത്യേകിച്ച് അവർ ദുആകളിൽ റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞുപോയ സർവ്വ മുഅ്മിനുകൾക്കും പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. അല്ലാഹുമ്മ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫളീല, മുഹമ്മദ് നബിക്ക് വസീലയും ഫളീലയും നൽകണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാ ഞങ്ങൾ. അതിന്റെ അർത്ഥം ഈ പാവപ്പെട്ട ഞാൻ മുഹമ്മദ് നബിയുടെ ഇടയാളനാണെന്നല്ല. അങ്ങനെയാ നിങ്ങൾ പറഞ്ഞത്. ഞാൻ മുഹമ്മദ് നബിക്ക് വസീലയും ഫളീലയും നൽകണേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ മുഹമ്മദ് നബിക്കും അള്ളാന്റെ ഇടയിലുള്ള ഇടയാളൻ ആര്? ഈ പാവപ്പെട്ടവൻ. മുഹമ്മദുർ റസൂലുള്ളാഹിക്കും അല്ലാഹ്ക്കും ഇടയിൽ ഇടയാളൻ ഞാൻ. ഇവിടെയുള്ള ഓരോ മുസ്ലിമും മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ഇടയാളൻ എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച 20 ആയത്തുകൾ കട്ടപ്പെട്ട് ഓതിയ പേരോടെ ആ രാഷ്ട്രീയക്കാരൻ പറഞ്ഞില്ലേ, നേരിട്ട് അല്ലാഹുവിനോട് ചോദിച്ചാൽ പോരെ, പിന്നെ എന്തിനാണ് ഇടയാളൻ എന്ന് ചോദിച്ചത്? നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഈ സമുദായം ഇന്നും ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രസംഗങ്ങൾ കേട്ട്, വാദുകൾ കേട്ട്, നിങ്ങൾ പഠിപ്പിച്ച ആശയങ്ങൾ കേട്ടിട്ട് അവർ മനസ്സിലാക്കുകയാണ് ഞങ്ങളെ കാക്കാൻ CM മടവൂരല്ലാതെ വേറെ ഒരാളും ഇല്ല. ഞങ്ങൾക്ക് സഹായം തരുന്നത് CM മടവൂരാണ്, ഞങ്ങൾക്ക് തുണയായിട്ടുള്ളത് CM മടവൂരാണ്. അത് നിങ്ങൾക്ക് വാദമില്ലെന്ന് പറഞ്ഞ് ഇപ്പോൾ ചില ആളുകൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എത്ര ഓടിയാലും രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം കൃത്യമായി എഴുതി വെച്ചു. അബൂബക്കർ മുസ്ലിയാരടക്കമുള്ള ആളുകൾ അംഗീകാരം നൽകി. സാക്ഷാൽ പേരോടിന്റെ ഉസ്താദായ സുൽത്താനുൽ ഉലമാ എന്നവർ പേരിട്ട് വിളിക്കുന്ന അബൂബക്കർ മുസ്ലിയാരടക്കമുള്ള ആളുകൾ അവരിതാ തഖ്രീർ എഴുതുകയാണ്, അംഗീകാരം നൽകുകയാണ്. ഇത് ഞാൻ വായിച്ചു. ഫഖദ് ഖറഅതു ഹാദിഹി സുഫഹാത്ത്. ഇതിന്റെ പേജുകളൊക്കെ ഒന്നിന് പുറകെ ഒന്നായി ഞാൻ വായിച്ചു നോക്കി. ഫീ മദ്ഹി സയ്യിദി വ ശൈഖി അൽ ഖുത്ബിർ റബ്ബാനി റഈസ് സാഹിദീൽ മുഹമ്മദ് അബൂബക്കറിൽ മടവൂരി. ഈ പറഞ്ഞ മടവൂരിന്റെ മദ്ഹ് പറയുന്ന അത് എഴുതിയ ഈ ബുക്ക് ഞാനിതാ കൃത്യമായി വായിച്ചു നോക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ഓരോ പേജും മറിച്ചു നോക്കിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് സാക്ഷാൽ അബൂബക്കർ മുസ്ലിയാർ അംഗീകാരം കൊടുത്ത ഈ പുസ്തകത്തിലാണ്. ഇതിന്റെ 81ാമത്തെ പേജിലാണ് ഒരു സഖാഫി, ആ സഖാഫി തന്നെ ആ CM മടവൂരിനെ കാണാൻ പോയ കഥ പറഞ്ഞത്. CM മടവൂരിനെ കാണാൻ പോയ കഥ പറഞ്ഞത് എന്താണ്? CM മടവൂരിനെ കാണാൻ പോയിട്ട് സംഭവിച്ചത് എന്ന്
ഇതിൽ വിശദീകരിച്ചത്, ഇതിൽ പറഞ്ഞത്, അതെ, മടവൂരിന്റെ സാന്നിധ്യം ആഗ്രഹിച്ച, മടവൂരിന്റെ അടുക്കൽ പോയിട്ട് അദ്ദേഹത്തിന്റെ മദത് കൊതിച്ച ആ സഖാഫി ഖാലലി മുദർരിസുൻ, എന്നോട് ആ മുദർരിസ് പറഞ്ഞു, അഥവാ ഈ മൗലിദ് കിതാബ് എഴുതി ഉണ്ടാക്കിയ അബ്ദുൽ ബസീർ ബിൻ സുലൈമാൻ അസ്സഖാഫി അൽ ഹിന്ദി അൽ മലൈബാരി അൽ ബിലാക്കല്ലി, ഈ ബിലാക്കല്ലിയോട് ആ സഖാഫി പറഞ്ഞു, ഖാലലി മുദർരിസുൻ, എന്നോട് മുദർരിസ് പറഞ്ഞു. ഒരു മുദർരിസ് പറഞ്ഞു, നക്കിറ എന്ന് പറയുമ്പോൾ ഏത് മുദർരിസ് ആയിക്കൂടെ, ഖാലലി അൽ മുദർരിസു ഒന്നുമല്ല, ഖാലലി മുദർരിസുൻ, അങ്ങനെ നെക്രിയായി പറഞ്ഞ ഏതോ ഒരാൾ ആയിക്കൂടെ, ഏതോ ഒരു മുദരിസായിക്കൂടെ. എന്നാൽ വളരെ കൃത്യമായി ഇതിൽ ശറഹ് എഴുതി കൊടുത്തു. ആ മുദരിസ് ആരാണ്, എന്നോട് പറഞ്ഞ ആ മുദരിസ് ആരാണ്, അദ്ദേഹത്തിന്റെ പേരെന്താണ് എന്ന് ഇതിന്റെ 90ാമത്തെ പേജിൽ ശറഹ് എഴുതി പറഞ്ഞു. വഖാലലി മുദരിസുൻ, എന്നോട് പറഞ്ഞ മുദരിസ് അഖൂനാ ഫില്ലാഹി അൽ ഉസ്താദ് ഇസ്മായിൽ അസ്സഖാഫി ബിറൂമന്നാ ഹഫിളഹുല്ലാഹ്. അപ്പൊ ഇനി ഏതെങ്കിലും ഒരു സഖാഫി അല്ല, എന്നോട് പറഞ്ഞ ആ സഖാഫി ഇസ്മായിൽ സഖാഫിയാണ്. ആ ഇസ്മായിൽ സഖാഫി ധാരാളമായി സിഎം മടവൂരിനെ കണ്ടിട്ട് അവിടെ പോയി ബർക്കത്തെടുക്കാനും അയാളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെങ്കിലും വാങ്ങാനും ഒക്കെ പോകുന്ന, നിരന്തരമായി അദ്ദേഹത്തെ സന്ദർശിക്കുന്ന ആളായിരുന്നു. ഖാലലഹു, ആ മുദരിസ് പറയാണ്, ഞാൻ സിഎം മടവൂരിനോട് പറഞ്ഞു, അന അഖൂലു അങ്കാ, ഞാൻ നിങ്ങളെ കുറിച്ച് പറയാറുള്ളത് ഖുതുബുൽ അഖ്താബി വ മുദബ്ബിറുൽ ആലം. നേരത്തെ പേരോട് ഓതിയിട്ട് ബ്രേക്ക് ചവിട്ടിപ്പോയ ആയത്തുണ്ടല്ലോ, ഓതി വന്നിട്ട് ബ്രേക്ക് ചവിട്ടിപ്പോയ ആയത്ത്, വമൻ യുദബ്ബിറുൽ അംറ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ ആരാണ്, ലോകകാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്, സർവകാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആരാണ്. അബൂജഹലടക്കം പറഞ്ഞില്ലേ, സയഖൂലൂനല്ലാഹ്, വേറെ ഒരാളുമില്ല, ലാത്തയില്ല, ഉസ്സയില്ല, മനാത്തയില്ല, ഇസ്മായിൽ നബിയില്ല, അതുപോലെ ഇബ്രാഹിം നബിയില്ല, ഈസാ നബിയില്ല, മറിയം ബീവിയില്ല, ഒരാളുമില്ല. സയഖൂലൂനല്ലാഹ്, അള്ളേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ. എന്നാൽ ഒരു സഖാഫി സിഎം മടവൂരിന്റെ മുന്നിൽ ചെന്ന് പറയാണ്, അന അഖൂലു അങ്ക, ഓ സിഎം മടവൂരെ, നിങ്ങളെക്കുറിച്ച് ഞാൻ പറയാറുള്ളത് ഖുതുബുൽ അഖ്താബ് വ മുദബ്ബിറുൽ ആലം, ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് നിങ്ങളാണെന്നാണ് നിങ്ങളെക്കുറിച്ച് ഞാൻ പറയാറുള്ളത് എന്ന് പറഞ്ഞപ്പോ എന്താണ് സാധാരണ എടാ നമുക്ക് എന്താ ഈ പറയണത് എന്നല്ല ചോദിക്കണ്ടേ സിഎം മടവൂര്. ആ സാധുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മൂപ്പർക്ക് ചെറിയ ഗുളകീടൊക്കെ ആവശ്യമുള്ളൊരു സമയമായിരുന്നു അത്. അതുകൊണ്ട് അദ്ദേഹം എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തെ പ്രതിയാക്കാതെ നിൽക്കണ്ട. അദ്ദേഹത്തെക്കുറിച്ച് ഇവർ തന്നെ പറയുന്നത് മൂപ്പര് ജദുബിന്റെ ഹാലിലായിരുന്നു എന്നാണ്, സുഖയിലായിരുന്നു എന്നാണ്. അങ്ങനെയുള്ള ആൾക്കാർ എന്തൊക്കെ പറയും. അപ്പോ ഈ രൂപത്തിൽ ഈ ബോധമുണ്ടെന്ന് പറയുന്ന സഖാഫി ഡിഗ്രി എടുത്ത ആള് ഈ സിഎം മടവൂരിന്റെ അടുക്കൽ ചെന്ന് നിങ്ങൾ മുദബ്ബിറുൽ ആലമാണെന്ന് പറഞ്ഞപ്പോ, അങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞപ്പോ, ഫഅബാൻ, അദ്ദേഹം വിശദീകരിച്ചു തന്നു. ആര്? സിഎം മടവൂര് വിശദീകരിച്ചു. ഫൽമദുഹു യഖ്സുറു അംബുലൂഗിൽ മഖ്സിദി, ഒക്കെ പണ്ട് ലോകം നിയന്ത്രിക്കുന്നതൊക്കെ പണ്ട്, ഇപ്പൊ ഞാൻ അതും വിട്ട് അതിനപ്പുറത്താണ് എൻ്റെ മദ്ഹ്, ഞാൻ അതുക്കും മേലെയാണ്. ഇത് പറഞ്ഞിട്ട് സിഎം മടവൂർ അർദ്ധഗർഭമായി ചിരിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ മൗലിദ് കിതാബിൽ ഇത് എഴുതി വെച്ചു. മനസ്സിലാക്കണം, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അതിന് അംഗീകാരം കൊടുത്തു. ഇത് കേട്ട കൗമക്കാക്കണം ഞങ്ങളെ ശൈഖോരെ. കാര്യം മൂപ്പരാണല്ലോ ലോകം നിയന്ത്രിക്കുന്നത്, മൂപ്പരാണല്ലോ മുദബ്ബിറുൽ ആലം. ആ മുദബ്ബിറുൽ ആലം അദ്ദേഹമാണെന്ന് മനസ്സിലാക്കിയിട്ട് തേടാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ സാധു പേരോട് അതിൻ്റെ ഉള്ളിൽ പെട്ടും പോയി. വഹാബിയാണെന്നിട്ട് പറയാനും പറ്റുന്നില്ല, എന്നാൽ ഇതിട്ടങ്ങോട്ട് സമ്മതിക്കാനും കഴിയുന്നില്ല. എന്നാൽ അദ്ദേഹം പിടിച്ചാൽ കിട്ടുന്നിടത്താണോ അണികളുള്ളത്, അദ്ദേഹം പിടിച്ചെടുത്താണോ അണികളുള്ളത്. ഇപ്പൊ നോക്കുമ്പോൾ എവിടെത്തിന്ന് ചോദിച്ചാൽ, ഇത്തരം മൗലിദ് കിതാബുകളിൽ എഴുതി കള്ളപ്രചരണം നടത്തിയിട്ട് അദ്ദേഹത്തിന്റെ മയ്യത്ത് വിറ്റ് കാശാക്കാൻ നിങ്ങൾ അടിച്ചിറക്കിയ കള്ളക്കഥകളും കള്ളക്കറാമത്തുകളും കേട്ട് ഒരു സമുദായം പിഴച്ചിട്ട് എത്രത്തോളം പിഴച്ചു എന്നുള്ളതിന്റെ തെളിവാ കഴിഞ്ഞ ദിവസം കണ്ടത്. പടച്ചവനാണ് സിഎം മടവൂരെന്ന് നമുക്കറിയാം. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു അമുസ്ലിമായ മനുഷ്യൻ പോലും പറയാൻ ധൈര്യം കാണിക്കോ? ഒരു ക്രൈസ്തവനായ സഹോദരൻ പറയാൻ ധൈര്യം കാണിക്കോ? എന്റെ ഉടയോൻ, എന്റെ പടച്ചോൻ സിഎം മടവൂരാണെന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരൻ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയോ? എന്നാൽ തലപ്പാവ് കിട്ടിയ മുസ്ലിയാക്കന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ആ വാദമുന്നയിക്കുന്നവരുമുണ്ടായി. പരസ്യമായി പാട്ടിറക്കി പ്രഖ്യാപിക്കുകയാണ്,
ഞങ്ങളുടെ പടച്ചോൻ CM മടവൂരാൻ. അതാ നിങ്ങൾ കേട്ടത്. മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ല്. അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോനറിയണേ, ഞങ്ങളെ പടച്ചോനറിയണേ. മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ല്. അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോനറിയണേ, ഞങ്ങളെ പടച്ചോനറിയണേ. ഓ അല്ലാ മടവൂരേ, ഓ അല്ലാ മടവൂരേ. മടിയിൽ കനമത് ഉള്ളോരെ കനമത് മടിയിൽ വെച്ചോളൂ. കുൻപയക്കൂനിൽ കുൻ 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 ഹുവ 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 മടവൂരേ, ഹുവ 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 മടവൂരേ. മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ല്. അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോനറിയണേ, ഞങ്ങളെ പടച്ചോനറിയണേ. ഓ അല്ലാ മടവൂരേ, ഓ അല്ലാ മടവൂരേ. കുറെ ഹൂഹു ചെയ്യേണ്ടി വരും, കുറെ ഹൂഹു അടിക്കേണ്ടി വരും, സംശയമൊന്നുമില്ല. സുഹൃത്തുക്കളെ, ഒരു മുസ്ലിമിന് അവൻ്റെ നാവിൽ പോയിട്ട് അവൻ്റെ ചിന്തയുടെ ഒരു കോണിൽ ഇത്തരമൊരു വിചാരം ഉണ്ടാവുമോ? ഇവരെവിടെ എത്തി നിങ്ങൾ ആലോചിച്ച് നോക്കുക. മടവൂര് പടച്ചോനാണെന്ന് പറയുന്നിടത്തേക്ക് എത്തി. അത് സ്വപ്നം കാണാമെന്നോ ചില ആളുകൾ ചോദിക്കണത്? സ്വപ്നം കാണല്ല. ഈ ഉമ്മത്തി മലയാളക്കരയിൽ ആളുകൾ പറയാണ്, ഇപ്പം എന്താ തർക്കം നടക്കണത്, ആരാ എഴുതിയത് എന്ന്. ഇതാരാ? വഹാബികൾ എഴുതിച്ചതാണ്, വഹാബികൾ ഇറക്കിയ പാട്ടാന്നൊക്കെയാണ് ആദ്യം. ഇപ്പം എഴുതിയ ആൾക്കാർ പുറത്തു വന്നു, ഇത് ഞങ്ങൾ എഴുതിയതാണോ? ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും? ഒരു മുസ്ലിമിന് ഇത് ചെയ്യാൻ കഴിയും? ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയുന്നു, പരസ്യമായി പ്രഖ്യാപിക്കുന്നു, പടച്ചോനാണ് മടവൂര്. ഇപ്പൊ തർക്കുന്ന ഇത് ആരെഴുതി? കുരുവട്ടൂർ എഴുതിയതാണ് എന്ന് കാന്തപുരം സമസ്തക്കാര്. കുരുവട്ടൂർ പാവങ്ങളിപ്പോൾ ഓരോ തലക്ക് വെച്ച് കൊടുക്കുക. ഇവരെ ഇതെല്ലാം പറഞ്ഞത് നിങ്ങൾ നോക്കൂ, കുരുവട്ടൂരികളല്ല. ഇതൊക്കെ കാന്തപുരം സമസ്തക്കാര്, പേരോട് സഖാഫിയുടെ കൂടെയുള്ളവര്, അവരുടെ സ്ഥാപനത്തിൽ പഠിച്ചവര്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാര്, അവരാ ഇത് പറഞ്ഞത്. എന്നിട്ട് ഇത് കുരുവട്ടൂരുകൾ എഴുതിയ പാട്ടാണെന്ന് പറയുകയാണ്. എന്നാൽ സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, കുരുവട്ടൂരുകൾക്കെതിരെ നിങ്ങൾ കൊണ്ടുവന്ന ഒരാളുണ്ടായിരുന്നു. കുരുവട്ടൂരുകളെ അവർക്കെതിരെ കൊണ്ടുവന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗത്തിൽ എന്താ ഉള്ളത് കേട്ടോ? അദ്ദേഹം പറയട്ടെ. ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പടച്ചവൻ്റെത് തന്നെയാണ്, പടച്ചോൻ തന്നെയാണോ എന്ന് തോന്നിപ്പോന്ന അത്രയും വലിയ പവർ അള്ളാഹുവിലേക്ക് മഹാനായ പരിപ്പാട് മക്കാമ് CM വലിയുള്ള വെളിവാക്കിയതാ. ഇതുപോലെ കുറെ മക്കാമ് ഉസ്താദ് വെളിവാക്കിയതാ. ഇവിടെ ആരാ കബറിൽ കിടക്കുന്ന ആളെ പേര് ബലൂചിസ്ഥാൻ എന്ന നാട്ടിൽ നിന്ന് വന്നവരാണ് ഈ കിടക്കുന്നത്. ഇവരെ പേര് അബ്ദുല്ലാഹിൽ ഖൈർ എന്നാണ്. ഇവരെ പേര് സൈനബ ഉമ്മ എന്നാണ്. ഈ സൈനബ ഉമ്മയും ഈ അബ്ദുല്ലാഹിൽ ഖൈറും തമ്മിലുള്ള ബന്ധം എന്താ? ഇത് ഭർത്താവാണ്, ഇത് ഭാര്യയാണ്. 500 കൊല്ലം മുമ്പാണ് ഇവരിവിടെ വന്ന് വിവാദത്തെടുക്കാൻ കൂടിയത്. ബഹുമാനപ്പെട്ട CM എന്ന് പറഞ്ഞതാ. അതിന്നും മൗലിദൊക്കെ നിങ്ങൾ വായിക്കാറില്ലേ? ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പടച്ചവൻ്റെത് തന്നെയാണ്, പടച്ചോൻ തന്നെയാണോ എന്ന് തോന്നിപ്പോന്ന അത്രയും വലിയ പവർ അള്ളാഹുവിലേക്ക് ഈ സാധനം അള്ളാഹു നമുക്ക് തന്ന ഈ കൽബ് പ്രകാശിപ്പിച്ചെടുത്താൽ അങ്ങനെ ഉയരാനും വളരാനും കഴിയും. ആ രൂപത്തിൽ ഉയർന്ന് വഫാത്തിന്റെ തൊട്ടമുന്നേ അവിടുന്ന് ചെല്ലിയതും പറഞ്ഞതും ഇവിടുന്ന് യാത്രയാണെന്നൊക്കെ ബോധ്യമായതൊക്കെ ഇവിടെ നേരത്തെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കൂടുതൽ പോകുന്നില്ല എന്നാ. CM മടവൂരിന്റെ പവർ കണ്ടപ്പോൾ മൂപ്പർക്ക് തോന്നി, ഇത് പടച്ചോനാണോ? ഉസ്താദിന് തോന്നാണ്, ഇത് പടച്ചോനാണോ, ഈ ഇരികാലി പടച്ചോനാണോ എന്ന് ഇദ്ദേഹത്തിന് തോന്നിപ്പോയി എന്ന് പറയാണ്. ഉസ്താദ് പറയാണ്, ഇയാള് പടച്ചോനാണോന്ന് എനിക്ക് തോന്നി. അപ്പൊ ശിഷ്യൻ വന്ന് ഉറപ്പിച്ചു, മൂപ്പര് പടച്ചോൻ തന്നെ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ആലോചിച്ച് നോക്ക്. ഇത് വെറുതെ പറയല്ല. ഇത്രയും അപകടകരമായൊരു ആശയത്തിലാണ് കേരളത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന ഉമ്മത്ത്. പ്രിയമുള്ള സഹോദരങ്ങളെ, മനസ്സിലാക്കണം, നമ്മുടെ ചുറ്റുഭാഗത്തും മുസ്ലിമാണെന്ന് പറഞ്ഞു വാദിച്ചു ജീവിക്കുന്നവന്റെ ഈമാനാണിത്. അവൻ അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിച്ചു വെച്ചത് ഇതാണ്.
അത് കേവലം പറച്ചിൽ മാത്രമല്ല, പരസ്യമായി, രഹസ്യമായല്ല, പരസ്യമായി തന്നെ അവർ പ്രഖ്യാപിക്കാൻ ഒരുക്കമാണ്. ഞങ്ങളുടെ പടച്ചോൻ CM ആണ് എന്ന് പറയുന്നിടത്തേക്ക് വരെ അവർ പോകുമ്പോ ഞങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് സമസ്തക്കാരെ നിങ്ങൾ കൈയൊഴിയണ്ട, നിങ്ങൾ തന്നെയാണിത് പഠിപ്പിച്ചത്, നിങ്ങളുടെ ഉസ്താദുമാർ തന്നെയാ പറഞ്ഞു പഠിപ്പിച്ചത്. മുദബ്ബിറുൽ ആലമാണ് CM മടവൂർ എന്ന് എഴുതിയത് നിങ്ങളാണ്, പ്രസിദ്ധീകരിച്ചത് നിങ്ങളാണ്, കുത്തുബുൽ ആലം എന്ന ബുക്ക് ഇറക്കിയത് നിങ്ങളാണ്, പൊന്മളയാണ് അതിന് അവതാരിക എഴുതി കൊടുത്തത്, മൗലിദുൻ നൂറി എഴുതിയത് നിങ്ങളാണ്. അതുപോലെ അബൂബക്കർ മുസ്ലിയാരാണ് ഖുർആനിലെ ആയത്തോതി ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്തോതിയിട്ട് ദുർവ്യാഖ്യാനിച്ച് CM മടവൂരാണ് അതേ നിയന്ത്രണമുള്ള ആള്, ലോകം തന്നെ നിയന്ത്രിക്കുന്ന ആള് എന്ന് പറഞ്ഞത് നിങ്ങളുടെ ആള് തന്നെയാണ്. ആലം 18,000 തന്നെ നിയന്ത്രിക്കാൻ ഔലിയാക്കൾക്ക് കഴിവുണ്ട്, അത് നിയന്ത്രിക്കുമെന്ന് അതിനുശേഷവും ന്യായീകരിച്ച് പ്രസംഗിച്ചതും സഹാഫികൾ തന്നെയാണ് എന്ന് മാത്രമല്ല, തങ്ങൾ സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾ വരെ വന്ന് പ്രസംഗിച്ചത് എന്താ കേട്ടോ? ശൈഖുന പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, പലരോടും പറഞ്ഞിട്ടുണ്ട്, അന ഖുതുബുൽ ആലം, അന മുനബ്ബിറുൽ ആലം എന്ന് ശൈഖുനയുടെ നാവിൽ നിന്നും ഉരുവിട്ടത് ഇതാ ഈ സദസ്സിലുള്ള എത്ര ആളുകളാ കേട്ടിട്ടുണ്ടാവുക? സ്റ്റേജ് മേലുള്ളവരുണ്ട്, സദസ്സിലുള്ളവരുണ്ട്, പലരുമുണ്ട്. ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടായി പറയുന്നത്, ഊഹം വെച്ച് പറയുകയല്ല. എന്നാൽ ശൈഖുനെ പറ്റിയിട്ട് പലർത്തുനിന്ന് കേട്ടിട്ട് വന്ന് ശൈഖുനയോട് ചോദിച്ചു, നിങ്ങളെ പറ്റി മുദബ്ബിർ ആലം എന്നും ഖുതുബുൽ ആലം എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ഞാൻ എന്താണ് പറയേണ്ടത്? ഒരു സഖാഫിയാ ചോദിച്ചത്. ഉടനെ വന്ന മറുപടി അതൊക്കെ ചെറിയ മദ്ഹബോനെ, ഇപ്പോൾ അതിനും മുകളിലാ. വൈദ്യുതി തങ്ങൾ ഇപ്പോ പറഞ്ഞില്ലേ അന ഖുതുബുൽ, നിങ്ങൾ ഖുതുബുൽ ആലം ചോദിച്ചോ, ഇപ്പോൾ ഞാൻ അതിനും മുകളിലാ. വൈദ്യുതി തങ്ങൾ പോപ്പ ചോദിച്ചു, എവിടെയാ, അതെവിടെയാ? മിണ്ടിയില്ല. കാരണം ലോകത്ത് പബ്ലിസിറ്റി ആയേണ്ട ഒരു പേരുണ്ട്, നാമമുണ്ട്, അതവിടുന്ന് നമുക്ക് പറഞ്ഞു തന്നു. ഇനി ഇതൊക്കെ ജദിബില എന്ന് പറഞ്ഞാൽ കാണുന്ന ആയിരക്കണക്കിന് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ വന്നിട്ട് പ്രയാസങ്ങൾ പറഞ്ഞ് അവരുടെ പ്രയാസങ്ങൾക്ക് മുന്നിൽ മറുപടി പറയുന്നത് മുഴുവനും 100% ശരിയായി. അതൊന്നും ജദിബിലല്ല. അതിന്റെ ഇടയിൽ ബഹുമാനപ്പെട്ടവർ പറയും, നിങ്ങനത്തെ കാര്യം മാത്രം ജദിബില എന്ന് വിശ്വസിക്കാൻ മാത്രം നമ്മുടെ തലച്ചോറ് ഒരാളുടെയും ഇടയിൽ പണയത്തിന് വെച്ചിട്ടില്ല. ചിന്തിച്ചു നോക്ക്, പരസ്യമായി പറയാൻ എന്ത് മടവൂര് മുദബ്ബിറുൽ ആലം തന്നെയാണ്, അത് ജദുബിന്റെ ഹാലിൽ പറഞ്ഞതാണെന്നാ ചിലർ പറയുന്നത്. ഇത് പറയുമ്പോൾ മാത്രമേ ജദുബുള്ളോ? മർക്കസി സ്ഥലത്താണെന്ന് പറയുമ്പോൾ ജദുബില്ലായിരുന്നോ? കാന്തപുരത്തെ നിയന്ത്രിക്കുന്ന നേരത്തെ ജദുബില്ലായിരുന്നോ? മറ്റു കറാമത്തുകൾ കാട്ടുന്ന നേരത്തെ ജദുബില്ലായിരുന്നോ? ഈ സമയത്ത് മാത്രമാണോ ജദുബ്? മുദബ്ബിറുൽ ആലം എന്ന് പറയുമ്പോൾ മാത്രമാണോ ജദുബ് എന്ന് അദ്ദേഹം ചോദിച്ചാൽ അതിന് മറുപടി പറയേണ്ട ബാധ്യത ഇവിടുത്തെ സമസ്തക്കാർക്കാണുള്ളത്. സഹോദരങ്ങളെ മനസ്സിലാക്കണം. അപ്പോൾ വളരെ കൃത്യമാണ്, ഇവിടെ ആദർശം പിഴച്ചു, തൗഹീദ് പിഴച്ചു, അള്ളാനെ പോലും തിരിയാത്ത അവസ്ഥയിലേക്ക് മാറി. അബൂജഹലിനെക്കാളും അപകടകരമായ വാദം എന്ന് പറഞ്ഞില്ലേ? AP അബ്ദുൽ ഖാദർ മൗലവിയുടെ പുസ്തകം എടുത്തുകൊണ്ട് ഇവർ പറയാറില്ലേ, അബൂജഹലിനെ പോലെയുള്ള ആളുകൾ ഹാഫ് മുശ്രിക്കാണെങ്കിൽ ഫുൾ മുശ്രിക്കാണ് ഇവര് എന്ന് പറഞ്ഞപ്പോ അതൊരിക്കലും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു പ്രസംഗിച്ചവരില്ലേ? എന്നാൽ കൃത്യമായി തന്നെ ഇതാ തെളിയിക്കുകയാണ്, അബൂജഹലിനെക്കാളും അപകടകരമായ വാദഗതിയിലേക്ക് ഈ ഉമ്മത്തിലെ ആളുകൾ മാറിപ്പോകുന്നു. അവർ ഈമാൻ തന്നെ തകർന്നു തരിപ്പണമായി പോകുന്നു. ഒരമുസ്ലിമായ മനുഷ്യൻ പോലും പറയാത്ത വാദഗതികൾ അവതരിപ്പിക്കുന്നു. ഒരമുസ്ലിമും പോലും പറയാത്ത കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു എന്ന് വാദിക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിലാണ് സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ അദാബ്, അള്ളാഹുവിന്റെ ശിക്ഷ നമ്മെ വലയം ചെയ്യുന്നത്. മനസ്സിലാക്കണം, നമ്മളെല്ലാവരും കാരുണ്യ പ്രവർത്തനത്തിലാണ്. നമ്മളെല്ലാവരും ഇതാ ഫണ്ട് റൈസ് ചെയ്യുകയാണ്. നമ്മളെല്ലാവരും ഇതാ വലിയ സംഖ്യകൾ സ്വരൂപിക്കുകയാണ്. എന്തിനാണെന്നറിയോ? കേരളത്തെ രക്ഷപ്പെടുത്താൻ, നമ്മുടെ ചുറ്റുമുള്ളവരെ രക്ഷപ്പെടുത്താൻ. മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ ഒരു സെക്കൻഡ് ഇവിടെ ജീവിക്കാൻ നമുക്ക് കഴിയുമോ? അവന്റെ തീരുമാനം മറികടക്കാൻ നമ്മളുണ്ടാക്കുന്ന ഫണ്ട് കൊണ്ട് കഴിയുമോ? നമ്മളുണ്ടാക്കുന്ന കാരുണ്യ പ്രവർത്തനം കൊണ്ട് കഴിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്ന അടിസ്ഥാനപരമായ ഒരു തത്വമുണ്ട്. നിങ്ങൾ കുടിക്കുന്ന വെള്ളം ഞാൻ തന്ന വെള്ളമാണ്, നിങ്ങൾ കഴിക്കുന്ന അന്നം ഞാൻ തന്ന അന്നമാണ്, നിങ്ങൾ ശ്വസിക്കുന്ന വായു ഞാൻ തന്ന ശ്വാസമാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ തുടിക്കുന്ന ഹൃദയം ഞാൻ ഫിറ്റ് ചെയ്ത ഹൃദയമാണ്, നിങ്ങൾക്കുള്ളതെല്ലാം തന്നവൻ ഞാനാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്ന, നമ്മെ ഓർമ്മിപ്പിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കണ്ണിൽ അരുതായ്മകൾ കണ്ടാൽ നിങ്ങൾ അതിനെതിരെ സംസാരിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങൾ ശിർക്ക് കണ്ടാൽ അതിനെതിരെ പോരാടിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ കുഫ്ർ കണ്ടാൽ അതിനെതിരെ നിങ്ങൾ സംസാരിച്ചിട്ടില്ലെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന താക്കീത്, ല യുസല്ലിതന്നല്ലാഹു അലൈക്കും ശിറാറക്കും ثم لتدعون خياركم فلا يستجاب لهم. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. എന്തേ റസൂല് പറഞ്ഞത്? നിങ്ങൾ നിങ്ങളുടെ ദൗത്യം നിർവഹിക്കാതെ, നിങ്ങൾ തൗഹീദ് പറയാതെ, നിങ്ങൾ ബിദ്അത്തുകൾക്കെതിരെ പോരാടാതെ കയ്യിൽ സഞ്ചിയും പിടിച്ച് നടക്കാനാ തീരുമാനമെങ്കിൽ നിങ്ങളുടെ സഞ്ചി പരിഹാരമല്ല, നിങ്ങളുടെ ഒരുക്കങ്ങൾ പരിഹാരമല്ല. നിങ്ങളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ശർറായ ഫാസിസ്റ്റുകളായ ആളുകളെ അധികാരത്തിൽ കൊണ്ടുവന്നിരുത്തും. നിങ്ങളുടെ പൗരത്വം എടുത്തു കളയുന്ന, നിങ്ങളുടെ വഖഫിനെ ചോദ്യം ചെയ്യുന്ന ഏറ്റവും ശർറായ ആളുകളെ നിങ്ങളുടെ ഭരണാധികാരികളായി അല്ലാഹു കൊണ്ടുവന്നിരുത്തും. ആ സമയത്ത് നിങ്ങളുടെ മുത്തഖീങ്ങൾ, നിങ്ങളുടെ കൂട്ടത്തിലെ നല്ല മനുഷ്യർ അല്ലാഹുവിനോട് ദുആ ചെയ്യും. ഫലാ യുസ്തജാബു ലഹും, ആ ദുആക്ക് അല്ലാഹു ഉത്തരം തരൂല, ആ ദുആക്ക് അല്ലാഹു ഉത്തരം തരൂല. വല്ലാഹി ലതഅ്മുറുന്ന ബിൽ മഅറൂഫി വലതൻഹവുന്ന അനിൽ മുൻകരി. നിങ്ങൾ നന്മ കൽപ്പിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങൾ തിന്മയെ വിരോധിച്ചിട്ടില്ല എങ്കിൽ, ഔലിയുആഖിബന്നകുമുല്ലാഹു ബിഇഖാബ്, അല്ലാഹു നിങ്ങളുടെ മേൽ ഇതാ ശിക്ഷകൾ പൊട്ടിച്ചു വിടുക തന്നെ ചെയ്യുമെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്നലെയും ഒരാൾ ചോദിക്കുകയാണ്, എന്തിനാണ് ഈ നേരത്തൊരു പരിപാടി? നമ്മൾ ദുരിതാശ്വാസത്തിലല്ലേ, നമ്മളിവിടെ വലിയ പ്രശ്നത്തിലല്ലേ, ദുരന്തത്തിലല്ലേ, എന്തിനാണ് ഇങ്ങനെ ഒരു പരിപാടി എന്ന് ചോദിച്ചവരോട് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 മുമ്പ് പറയാണ്, നീ എന്ത് വിചാരിച്ചു? നിന്റെ ഒരു വട്ടി കൊണ്ട്, നിന്റെ ഒരു കൊട്ട കൊണ്ട്, നിന്റെ ഒരു പിരിവ് കൊണ്ട് ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയുമെന്ന് നീ വിചാരിച്ചുവോ? ഒരിക്കലും സാധ്യമല്ല. വല്ലാഹി, അല്ലാഹുവിനെ തന്നെ സത്യം, ലതഅ്മുറുന്ന ബിൽ മഅറൂഫി, നന്മ കൽപ്പിച്ചു കൊള്ളണം, മാത്രമല്ല വലതൻഹവുന്ന അനിൽ മുൻകരി. ഈ അല്ലാഹ് പടച്ചവൻ പോലും മടവൂരാണ് എന്ന് പറയുന്ന, മടവൂരാണ് പടച്ചവൻ എന്ന് പറയുന്ന പടുജാഹിലുകൾ ജീവിക്കുമ്പോ അല്ലാഹ് ശിക്ഷ ഇറക്കിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അവിടെ അല്ലാഹു നിങ്ങളോട് കാരുണ്യം കാണിക്കണമെങ്കിൽ വലതൻഹവുന്ന അനിൽ മുൻകരി, നിങ്ങളിൽ നിന്ന് തെറ്റിനെ എതിർക്കുന്ന, മുൻകറിനെ വിരോധിക്കുന്ന, അത് തെറ്റാണെന്ന് പറയുന്ന, കുഫ്ർ ചെയ്യരുതേ എന്ന് പറയുന്ന, ശിർക്ക് ചെയ്യരുതേ എന്ന് പറയുന്ന ആളുകൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഔലയുആഖിബന്നകുമുല്ലാഹു ബിഇഖാബ്. നിങ്ങൾ കണ്ടത് വയനാടിന്റെ ഒരു മലമുകൾ മാത്രം പൊട്ടിയതാണെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ ഇനിയുമുണ്ട് ഒരുപാട് അണക്കെട്ടുകൾ, നിങ്ങളുടെ മേൽ പൊട്ടിച്ചു വിടാനുള്ള ഒരുപാട് അണക്കെട്ടുകൾ. നിങ്ങൾ എത്ര തന്നെ ഇറങ്ങിയാലും, നിങ്ങൾ എത്ര തന്നെ ഫണ്ട് റൈസ് ചെയ്താലും താങ്ങി നിർത്താൻ കഴിയാത്ത ശർറുകൾ നിങ്ങളുടെ മേൽ അല്ലാഹു ഇറക്കുമെന്ന് പറഞ്ഞത് കളവ് പറയാത്ത പ്രവാചകൻ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരു ഹദീസ് അല്ല, രണ്ടു ഹദീസ് അല്ല, വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതി തന്നെ റസൂൽ പഠിപ്പിക്കുകയാണ്. വലതൻഹവുന്ന അനിൽ മുൻകരി, തെറ്റ് വിരോധിച്ചു കൊള്ളണം, തിന്മയെ വിരോധിച്ചു കൊള്ളണം. അതല്ലെങ്കിൽ ഫയൽഫൽയദ്ഹറന്ന ശിറാറുക്കും അലാ ഖിയാരിക്കും, നിങ്ങൾ നല്ല ആളുകൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോ, തൗഹീദ് പഠിച്ചവൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോ, സുന്നത്തറിയുന്നവൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോ നിങ്ങൾക്കിടയിൽ ഇതാ ശർറ് വരുന്നു, നിങ്ങൾക്കിടയിൽ ഇതാ ഈ രൂപത്തിൽ കുഫ്ർ വരുന്നു, വളരെ പരസ്യമായി തന്നെ കുഫ്ർ പറയുന്നു, അല്ലാഹുവിനെ തന്നെ ചോദ്യം ചെയ്യുന്നു, ഈ മഹാപ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് ഇരുകാലിയാണെന്ന് പോലും പരസ്യമായി തലപ്പാവ് ധരിച്ച് മുസ്ലിയാക്കന്മാരടക്കമുള്ളവർ പറയുന്നു. പക്ഷേ അതേ നന്മ കൽപ്പിക്കുന്നവൻ ബാക്കിയില്ല, തിന്മ വിരോധിക്കുന്നവരവിടെ ബാക്കിയില്ല. لا يبقى أحد يأمر بالمعروف ولا ينهى عن المنكر ثم تدعون الله عز وجل فلا يجيبكم. പള്ളി മിമ്പറിൽ നിന്ന് വെള്ളിയാഴ്ച നട്ടുച്ച നേരത്തെ കൈയുയർത്തി റബ്ബിനോട് പ്രാർത്ഥിച്ചാലും
നിങ്ങൾ നന്മ കൽപ്പിക്കാതെ, നിങ്ങൾ തിന്മ വിരോധിക്കാതെ നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. നിങ്ങൾ ദുനിയാവിൽ നിങ്ങൾ അത്ര സ്വാലിഹീങ്ങളാണെന്ന് പറഞ്ഞാലും ശരി, റബ്ബ് നിങ്ങളെ തകർത്തെറിയുമെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ആയിഷ ബിബിയ ചോദിച്ചത്, യാ റസൂലല്ലാഹ് അനുഹ്ലിക് നല്ല സ്വാലിഹീങ്ങളായ ആളുകൾ ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുമ്പോ അല്ല ശിക്ഷ ഇറക്കുമെന്നാണോ പറയുന്നത്? അല്ല ശിക്ഷ ഇറക്കുമെന്നാണോ പറയുന്നത്? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യം ചെയ്ത് ആണയിട്ട് അല്ലാഹനെ കൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയും സത്യം. ലതഅ്മുറുന്ന ബിൽ മഅറൂഫി വലതൻഹവുന്ന അനിൽ മുൻകരി. നിങ്ങൾ ശിർക്കിനെതിരെ പോരാടിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ കുഫ്റിനെതിരെ പോരാടിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഖബീത്തുകൾ മ്ലേച്ഛതക്കെതിരെ സംസാരിച്ചിട്ടില്ല എങ്കിൽ ഔല യൂസിക്കന്നല്ലാഹു അയ്യബഅത അലൈക്കും ഇഖാബൻ മിൻ ഇൻദിഹി, ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അല്ലാഹു നിങ്ങളുടെ മേൽ ശിക്ഷ ഇറക്കിക്കൊണ്ടിരിക്കും കേട്ടോ. റബ്ബ് നിങ്ങളെ ശിക്ഷിച്ചു കൊണ്ടിരിക്കും കേട്ടോ. അണക്കെട്ടുകൾ പൊട്ടിച്ച് നിങ്ങളുടെ മേൽ ഒഴുക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അതേ ദുരന്തങ്ങൾ ഇതിന് പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ റബ്ബിനോട് യാ റബ്ബ് അല്ലാ കാക്കണേ, അല്ലാ നോക്കണേ എന്ന് പറഞ്ഞ് കൈ നീട്ടിയാൽ ഫലാ യസ്തജീബു ലക്കും, നിങ്ങൾക്ക് റബ്ബ് ഉത്തരം തരൂല. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ മുജാഹിദുകൾ ഉണർന്നു നിന്നോ? നമ്മൾ വിചാരിക്കണം നമ്മൾ ബക്കറ്റ് പിടിച്ച് ഈ സമുദായത്തെ രക്ഷപ്പെടുത്താം, അതെല്ലാവരും ഒന്നിച്ചു പിടിക്കാം നമുക്ക്. പക്ഷേ ഈ തൗഹീദിന്റെ സുന്ദരമായ ആശയം കലർപ്പില്ലാതെ നേർക്ക് നേരെ പോരാട്ട വീര്യത്തോടെ ഈ സമൂഹത്തോട് പറയാൻ കഴിയുന്ന ഒരു സമുദായം, ഒരു സമൂഹം, ഒരു ഉമ്മത്ത് ഈ കേരളക്കരയിൽ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അത് മുജാഹിദുകളാണ്, അത് സലഫികളാണ്. നമ്മൾ ആ മാർഗം വിട്ട്, ആ വഴി വിട്ട് മാറി സഞ്ചരിച്ചാൽ ഈ കേരളത്തെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ലെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വളരെ കൃത്യമായി ഉമ്മത്തുണർന്നു നിൽക്കുക, ഉമ്മത്തുണർന്നു നിൽക്കുക. റബ്ബിൽ നിന്നാണ് സഹായം കിട്ടേണ്ടത്. റബ്ബാണ് കൽപ്പിക്കുന്നത്, റബ്ബാണ് ഇതാ വിധിക്കുന്നത്. ആ വിധിക്ക് മുകളിൽ വിധിക്കാൻ ഒരാളുമില്ല, ആ വിധിക്ക് മുകളിൽ വിധിക്കാൻ ഒരാളുമില്ല. ആ സംരക്ഷണമല്ലാത്ത മറ്റൊരു സംരക്ഷണം ആരുടെ കയ്യിലുമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഏതൊന്നിനും അവന് ഹിക്മത്തുണ്ട്, ഏതൊന്നിനും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഹിക്മത്തുണ്ട്. അവന് റഹ്മത്തുണ്ട്, അവന് റഊഫിയത്തുണ്ട്. അവനറിയാം എന്താണ് കൃത്യമായി ചെയ്യേണ്ടത് എന്ന്, ഏത് രൂപത്തിലാണ് ഇടപെടേണ്ടത് എന്ന് റബ്ബ് തആലക്കറിയാം. അതുകൊണ്ട് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിക്കോ, തൗഹീദിന്റെ പാതയിൽ, ഇർജുവായ വഴിയിൽ നമ്മുടെ എതിരാളികളുടെ കൽബകത്ത് പോലും കടന്നുകയറി സ്വാധീനം ചെലുത്താൻ കഴിയുന്ന രൂപത്തിൽ അമ്പിയാക്കളിലൂടെ പകർന്നു കിട്ടിയ സുന്ദരമായ ആദർശം, അത് ഈ സമൂഹത്തിന്റെ മുന്നിൽ മറയില്ലാതെ ആര് തെറി വിളിച്ചാലും, ആര് ആക്ഷേപിച്ചാലും, ആര് ചീത്ത വിളിച്ചാലും, ആര് മഹല്ല് വിലക്കിയാലും, ആരൊറ്റപ്പെടുത്തിയാലും അതിനെ മുഴുവനും തൃണവൽഗണിച്ചുകൊണ്ട് അന്തസ്സായി നിന്ന് തൗഹീദിന്റെ സുന്ദരമായ ആശയതലങ്ങളെ സമൂഹത്തിന് കൈമാറിയ ഒരു സംഘമാണ് നമ്മളെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ റബ്ബ് സുബ്ഹാനഹു വ തആല, ആ റബ്ബിന്റെ തൗഹീദിന്റെ നേരായ വഴി, സുന്ദരമായ വഴി, ആ തൗഹീദിന്റെ വഴി, ആ വഴിയിൽ ഏറ്റവും ശക്തമായ പ്രചാരണങ്ങൾ നടത്തണം. ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിക്കുക മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട സർവകാര്യങ്ങളും. കാരണം അല്ലാഹുവിന്റെ അംറാണ് ഗാലിബായി വരിക. വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി, അല്ലാഹുവാണ്, അവനാണ് വിധിക്കുന്നത്, അവനാണ് തീരുമാനിക്കുന്നത്, അവനാണ് നിലനിർത്തുന്നത്. ആ റബ്ബിന്റെ മാർഗത്തിൽ കൃത്യമായി പ്രവർത്തിക്കണം. വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, അധികം ആളുകളും കാര്യം ഗ്രഹിക്കുന്നില്ലല്ലോ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ വളരെ കൃത്യമായി നമ്മൾ ആശയങ്ങൾ സമർത്ഥിച്ചു. ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞു എന്ന് പറഞ്ഞ ആക്ഷേപം പറഞ്ഞവരോട് നമ്മൾ കൃത്യമായി പറഞ്ഞു, നേരിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ പോരെ, നേരിട്ട് ചോദിച്ചാൽ പോരെ. ഇടയാളൻ വേണോ എന്ന് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ ഫഇന്നി ഖരീബ് എന്ന ആയത്തിന്റെ തഫ്സീറിൽ അതേ മറുഭാഗത്തുള്ള പണ്ഡിതന്മാർ തന്നെ അംഗീകരിക്കുന്ന റാസി അടക്കമുള്ള, സുയൂത്തി അടക്കമുള്ള ആളുകൾ എഴുതി വെച്ച വാചകത്തിന്റെ തഫ്സീറാണത്. ഇടയാളനില്ലാതെ, വാസുത്തയില്ലാതെ അതേ ദുആ എന്നുള്ളത് അഫ്ളലു മഖാമാണ് എന്നുള്ളത് കൊണ്ട് അല്ലാഹുവിനോട് നേർക്ക് നേരെ ചോദിക്കാം, അതിനിടയിൽ ഒരു വാസുത്തയുടെ ആവശ്യമില്ല എന്ന് വളരെ കൃത്യമായി
പണ്ഡിത ലോകം രേഖപ്പെടുത്തിയതാണ്. അതിനെതിരെ 20 പോയിട്ടൊരു അര ആയത്തുണ്ടെങ്കിൽ റാസി ഇമാം പറഞ്ഞ ആ വാചകത്തിനെതിരെ, അതുപോലെ സുയൂത്തി ഇമാം പറഞ്ഞ ആ വാചകത്തിനെതിരെ 20 ആയത്ത് പോയിട്ട് അര ആയത്തുണ്ടെങ്കിൽ മുജാഹിദുകൾ അവരെ ക്ഷണിക്കുകയാണ് ആയത്തോതാൻ. അങ്ങനെ ഖുർആനുള്ള ആയത്ത് സുയൂത്തി ഇമാം പറഞ്ഞതിനെതിരെ, അതുപോലെ തന്നെ ഈ പറഞ്ഞ റാസി ഇമാം പറഞ്ഞതിനെതിരെ ഒരായത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാനുണ്ടെങ്കിൽ ആ ആയത്ത് കേൾക്കേണ്ടതുണ്ട്, ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കാര്യത്തെ മനസ്സിലാക്കി ഹക്കിന്റെ മാർഗത്തിൽ നമ്മൾ പ്രവർത്തിക്കണം. നമ്മുടെ മക്കൾ, നമ്മുടെ കൂട്ടുകുടുംബാദികൾ, നമ്മുടെ ബന്ധുജനങ്ങൾ എല്ലാവരും ഈ വഴിയിൽ, ഈ തൗഹീദിന്റെ സുന്ദരമായ വീഥിയിൽ ജീവിക്കണം. ഏത് സമയത്തും അല്ലാഹുവിന്റെ പിടുത്തമുണ്ടാകാം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പിടിച്ചുകൊണ്ടുപോയി എന്ന് വരാം, നമ്മുടെ മക്കളെ പിടിച്ചുകൊണ്ടുപോയി എന്ന് വരാം. ഇന്ന് രാത്രി ഉറങ്ങുന്ന നേരത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു വിളിച്ചെന്ന് വരാം. ഏത് സമയത്തും നിലച്ചു പോകാവുന്ന ഒരു ഖൽബിന്റെ ഉടമയാണ് നമ്മൾ. ഏത് സമയത്തും മണ്ണിനടിയിൽ പൂണ്ട് കിടക്കേണ്ടവരാണ് നമ്മൾ. നമ്മുടെ സമയം അടുത്തിട്ടുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ വൽ മൗതു അദിനാ മിൻ ശിറാഖി നഅലിഹി, നീട്ട ചെരുപ്പിന്റെ വാറ് നിന്റെ കാലിനോട് എത്രമാത്രം ഒട്ടിക്കിടക്കുന്നുവോ അതിനേക്കാളും അടുത്ത് നിന്റെ മരണം നിൽപ്പുണ്ട്. നിങ്ങളുടെ മക്കളുടെ അടുക്കൽ മരണം നിൽപ്പുണ്ട്, നിങ്ങളുടെ ഭാര്യയുടെ അടുക്കൽ മരണം നിൽപ്പുണ്ട്, നമ്മുടെ കൂട്ടുകുടുംബാദിയുടെ അടുക്കൽ മരണം നിൽപ്പുണ്ട്. ഉടയാടകളിട്ട് ഇവിടെ വന്നിരിക്കുമ്പോ അറിഞ്ഞുകൊള്ളുക, അടുത്ത കടയിൽ എന്നെ പുതപ്പിക്കാനുള്ള കഫൻ തുണി റെഡിയായിരിക്കുന്നുണ്ട്. എന്റെ കഫൻ തുണി എന്റെ അടുത്തുള്ള ടെക്സ്റ്റൈൽസിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നോർത്ത് വെച്ചുകൊള്ളുക. അതുകൊണ്ട് അള്ള തന്ന ഈ ശ്വാസം, അള്ള തന്ന ഈ ജീവൻ, അള്ള തന്ന ഈ ജീവിതം, അള്ള തന്ന സമ്പത്ത്, അതിന്റെ അവസാനത്തെ മൈക്രോ സെക്കൻഡ് അടക്കം ഒരു മടവൂരിനും ഞങ്ങൾ കൊടുക്കൂല, ഒരു സിയമ്മിനും ഞങ്ങൾ കൊടുക്കൂല, ഒരു ജിന്നിനും മലക്കിനും ഞങ്ങൾ കൊടുക്കൂല, ഒരു പടപ്പിനും ഞങ്ങൾ കൊടുക്കൂല. റബ്ബുൽ ആലമീൻ അല്ലാതെ, അല്ലാഹുവിനല്ലാതെ ഞങ്ങളുടെ ഒരു ശ്വാസം പോലും ഒരാൾക്കും വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലെന്ന ഉറച്ച നിയ്യത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ കലിമത്തിൽ ഉറച്ച് പ്രവർത്തിക്കുക. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഇതിന് തൗഫീഖ് തരണേ. അല്ലാഹ്, ആക്ഷേപകരുടെ ആക്ഷേപങ്ങൾ കേൾക്കുമ്പോൾ തളർന്നു പോകാതെ അല്ലാഹുവേ പഠിപ്പിച്ച തൗഹീദ് ആ മാർഗത്തിൽ ഇറങ്ങാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ. അല്ലാഹുവേ, ഈ നാടിന് കാവലാകാൻ നിനക്ക് വേണ്ടി വാദിച്ച് തൗഹീദിന് വേണ്ടി പ്രവർത്തിച്ച് തൗഹീദിനെതിരായി വരുന്ന സർവ്വവാദഗതികളെയും ഖണ്ഡിച്ച് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ കലിമത്ത് ഹിയൽ ഉല്യ, ആ കലിമത്താണ് ഏറ്റവും ഉന്നതമായത് എന്ന് പ്രഖ്യാപിച്ചതിനു വേണ്ടി വാദിച്ച് അല്ലാഹുവേ അവസാന ശ്വാസത്തിൽ അത് പ്രഖ്യാപിച്ച് കലിമത്തു തൗഹീദിന്റെ വാഹകരായി ജീവിച്ച് മരിക്കുന്നവരെ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. അല്ലാഹ് റബ്ബേ, നിന്റെ അമ്പിയാക്കൾ അവഹാത്തിമുൽ അംബിയ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള അമ്പിയാക്കൾ ചരിച്ച വഴി, അവർ കാട്ടിയ വഴി, അവർ കാണിച്ചു തന്ന നേരിന്റെ വഴി നെഞ്ചുകൊണ്ടത് ഏറ്റെടുത്ത് ആ സിറാത്തുൽ മുസ്തഖീമിലൂടെ നടന്ന് സിറാത്ത് കടന്ന് അല്ലാഹുവേ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചേരാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ. അല്ലാഹ്, നിരവധി അനവധി ആളുകൾ ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയി. അക്കൂട്ടത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ബന്ധുജനങ്ങളുണ്ട്, സ്നേഹിതന്മാരുണ്ട്, സഹപ്രവർത്തകരുണ്ട്, ഈ തൗഹീദിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചവരുണ്ട്, ഈമാനിന്റെ വെളിച്ചം ഞങ്ങൾക്ക് കാണിച്ചു തന്നവരുണ്ട്. അല്ലാഹുവേ, അവരുടെ ഖബറിടങ്ങൾ നീ വിശാലമാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ. അല്ലാഹ്, തൗഹീദിന്റെ വീതിയിൽ, സുന്നത്തിന്റെ വഴിയിൽ, നേരായ മാർഗത്തിൽ ചലിക്കാൻ ഞങ്ങൾക്കതിനാവശ്യമായ ഇൽമ് അല്ലാഹുവേ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ. അതിനനുസരിച്ച ഫഹ്മ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ. അല്ലാഹ്, ഞങ്ങൾ കാരണമായി ഞങ്ങൾ ജീവിക്കുന്ന ഈ നാട്, ഇവിടുത്തെ നാൽക്കാലികൾ, ഇവിടുത്തെ സസ്യലതാദികൾ നശിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഈ നാശങ്ങൾക്ക് ഞങ്ങളെ നീ കാരണക്കാരാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളിൽ നിന്ന് പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.